ആ ഉയർന്നു വന്ന പ്രശ്നങ്ങൾ അതിൻ്റേതായ എല്ലാ ഗൗരവവും നിലനിർത്തിക്കൊണ്ട് തന്നെ കേരളത്തിലെ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ റാങ്ക് ഉണ്ടല്ലോ, അപ്പോൾ ഏറ്റവും ഉന്നതമായ റാങ്കിലുള്ള ആൾ തന്നെ അന്വേഷിക്കുന്ന നില സ്വീകരിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അച്ചടക്കം വളരെ പ്രധാനമാണ്. അച്ചടക്കത്തിന് നിരക്കാത്ത ഏതെങ്കിലും പ്രവൃത്തി ചെയ്താൽ അത് ഒരു ഘട്ടത്തിലും വെച്ച് പൊറുപ്പിക്കാറില്ല. അതുമായി ബന്ധപ്പെട്ട നടപടികൾ പ്രത്യേകമായി ഉണ്ടാവുകയും ചെയ്യും. എനിക്ക് അഗൻസ്റ്റ് റേസ് ചെയ്തിട്ടുള്ള എല്ലാ ആരോപണങ്ങളുടെയും നിജസ്ഥിതി മനസ്സിലാക്കി സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അന്വേഷിക്കാനായിട്ട് ഞാൻ കത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ബഹുമാനപ്പെട്ട DGPക്കും ഉണ്ട്. അവരന്വേഷിക്കട്ടെ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ നാളെ പോയി കാണണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത് കേരളത്തിലെ നല്ല IPS ഓഫീസർമാരുണ്ട്. വിശ്വസ്തനായ ഒരു പോലീസ് ഓഫീസറുടെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞാൻ അഭ്യർത്ഥിക്കാൻ പോകുന്നത് ഒരു റിട്ടയർഡ് ജഡ്ജിയെ ഈ കേസിൻ്റെ നിരീക്ഷണത്തിന് ഏർപ്പെടുത്താൻ കഴിയുമെങ്കിൽ അതുകൂടി സാധ്യമാക്കിക്കൊണ്ട് ഈ കേസുകൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഉയർന്നു വന്ന എല്ലാ പ്രശ്നങ്ങളും ഗവൺമെൻറ്റും പാർട്ടിയും ആവശ്യമായ രീതിയിലുള്ള ഗൗരവത്തോടുകൂടി തന്നെ എല്ലാ വശങ്ങളും എല്ലാ ഭാഗവും പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും. മർദ്ദകോപകരണമായി ഭരണവർഗം പോറ്റി വളർത്തുന്ന ഗുണ്ടാപ്പടയായിരുന്നു നാടുവാഴിക്കാലത്തും കൊളോണിയൽ കാലത്തും പോലീസ്. ജനായത്ത ഭരണത്തിന്റെ വരവോടെ ജനങ്ങളുടെ സംരക്ഷകരായി പോലീസ് സേന പരിവർത്തിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ജനകീയ സമരങ്ങളെ അടിച്ചമർത്തുന്നതിനും ഭരണകൂടത്തിന്റെ നെറുകേടുകൾക്ക് ചുക്കാൻ പിടിക്കുന്നതിനും ചൂട്ടുപിടിക്കുന്നതിനും പോലീസ് സേന ഉപയോഗിക്കപ്പെട്ടു എന്നതാണ് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ നാം കണ്ടത്. 1957 കേരളത്തിൽ അധികാരത്തിൽ വന്ന EMSന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ വേലയ്ക്കും കൂലിക്കും വേണ്ടി ജനങ്ങൾ നടത്തുന്ന സമരങ്ങളിൽ പോലീസ് ഇടപെടാൻ പാടില്ല എന്ന വിപ്ലവകരമായ നയം നടപ്പാക്കി. പോലീസ് എന്നത് ഒരു തുടർച്ചയാണ്. അത് 56 മുന്നേയുള്ള തുടർച്ചയാണ്. നയങ്ങൾ ഉയർത്തിയുള്ള സർക്കാരുകൾ ഓടിക്കൊണ്ടിരിക്കുന്ന കാക്കിസേനയെ വൃത്തിയാക്കി മുന്നോട്ടേക്ക് പോകാൻ അനുവദിക്കും. MLA ആയിരുന്ന വ്യക്തിയെപ്പോലും ലോക്കപ്പിലിട്ട് ക്രൂരമായി മർദ്ദനത്തിനിരയാക്കിയ നിക്കറിട്ട പോലീസിന്റെ തുടർച്ചയും ആ പ്രേതത്തെ പതിയെ പതിയെ കാക്കിയിൽ നിന്ന് തുടച്ചു നീക്കാൻ ഓരോ ജനകീയ ഭരണകൂടങ്ങൾക്കും കഴിഞ്ഞു. ചില ഘട്ടങ്ങളിൽ ചില ഭരണാധികാരികൾക്ക് അതിൽ അന്തസങ്കോചമുണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. ചിലരാകട്ടെ കൂടുതൽ സമഗ്രമായി അതിനെ പരിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നു. നോക്കൂ, പിണറായി സർക്കാരിന്റെ കാലത്ത് ഈ 8 വർഷത്തിനുള്ളിൽ 108 പോലീസുകാരെയാണ് പുറത്താക്കിയത്. കുഴപ്പക്കാരായ പോലീസുകാർ പുതിയ ആരോപണങ്ങളും അന്വേഷിച്ച് മുന്നേറുകയാണ്. പോലീസ് സേനയെ വെടുപ്പാക്കി തുടരുന്ന ജനാധിപത്യ പ്രക്രിയയ്ക്ക് കരുത്തു പകരേണ്ടത് എങ്ങനെയാണ് എന്നാണ് ന്യൂസ് ആൻഡ് വ്യൂസ് ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ ചർച്ചയെ സമ്പന്നമാക്കുന്ന അതിഥികളെ പരിചയപ്പെടാം. റജി ലൂക്കോസ്, ഇടത് സഹയാത്രി. ജോർജ് പൊടിപാറ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകനായി ജേക്കബ് ജോർജും മാധ്യമപ്രവർത്തകനായ A. സജീവനും നമ്മുടെ ചർച്ചയെ സമ്പന്നമാക്കാനായി ചേരും. ആദ്യം ശ്രീ ജോർജ് പൊടിപാറയിലേക്ക്. ശ്രീ ജോർജ് പൊടിപാറ, ഞാൻ ഇൻട്രോയിൽ സൂചിപ്പിച്ചതുപോലെ ഒരു പോലീസ് എന്നതൊരു സംവിധാനത്തിൻ്റെ തുടർച്ചയാണ്. തീർച്ചയായും അതിൽ ജീർണതകൾ ഉണ്ടാകും. പക്ഷേ അത് പരിഷ്കരിച്ച് മുമ്പോട്ട് പോകലാണ് ഒരു ജനായത്ത ഭരണത്തിൻ്റെ അല്ലെങ്കിൽ ജനകീയ ഭരണകൂടത്തിൻ്റെ പ്രതിധ്വനി എന്നത്. ഇവിടെ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ കൂടി അന്വേഷിച്ച് മുമ്പോട്ട് പോകുമെന്നത് ഈ ഒരു മഞ്ഞപ്പത്ര സ്റ്റൈലിൽ ഏതെങ്കിലും വ്യക്തികളെ ഉയർത്തിക്കാണിക്കുന്നതുകൊണ്ട് കാര്യമില്ല, അല്ലെങ്കിൽ അതിൻ്റെ പൊടിപ്പും തൊങ്ങലിലേക്ക് പോകുന്നതുകൊണ്ട് കാര്യമില്ല. ആ പ്രക്രിയക്കല്ലേ മൊത്തത്തിൽ നാം അംഗീകാരം നൽകേണ്ടത്? ശ്രീ ജോർജ് പൊടിപാറ. തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞ ആ പോയിന്റിനോട് വിയോജിക്കേണ്ട ആവശ്യമില്ല. കാരണം അത് സ്വാഭാവികമായിട്ടും താങ്കളുടെ ഇൻട്രോയിൽ കൃത്യമായി പറഞ്ഞതുപോലെ പോലീസ് എന്ന് പറയുന്നത് തുടർച്ചയാണ്. അതായത് സ്വാതന്ത്ര്യ ലബ്ധിക്ക് മുമ്പുണ്ടായിരുന്ന പോലീസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഭരണകൂടത്തിന്റെ ഒരു മർദ്ദനോപകരണമായിരുന്നു. ആ സാമ്രാജ്യത്തെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അതിനെതിരെ ഉണ്ടാകുന്ന ചെറു ചലനങ്ങളെ പോലും മുളയിലെ നുള്ളുന്ന
അത്യന്തം കിരാതമായ മർദ്ദനം അഴിച്ചുവിട്ടുകൊണ്ട് അതിനെയെല്ലാം എന്താ പറയാ കുഴിച്ചു മൂടുന്ന ഒരു ശൈലി. അതിനുശേഷവും നമ്മൾ കണ്ടു പല ഘട്ടങ്ങളിലും പോലീസ് അട്രോസിറ്റീസ് പല ഭരണകാലത്തും കണ്ടു. അതോടൊപ്പം തന്നെ പോലീസിന്റെ യൂണിഫോമിൽ വന്ന മാറ്റം പോലെ തന്നെ പോലീസിന്റെ മനോഭാവത്തിലും മാറ്റം വരുന്ന രീതിയിലുള്ള പരിഷ്കാരങ്ങൾ വന്നു. പോലീസ് സേനയ്ക്ക് ആത്മവിശ്വാസം പകരുന്ന രീതിയിൽ അവരുടെ വേതന ഘടനകൾ പരിഷ്കരിക്കപ്പെട്ടു. പക്ഷെ എങ്കിലും അടിസ്ഥാനപരമായിട്ട് പോലീസിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ആ പോലീസിന്റെ മൗലിക സ്വഭാവത്തെ ജാത്യാലുള്ളത് തൂത്താ പോവില്ല എന്ന് പറഞ്ഞതുപോലെ എപ്പോഴെങ്കിലുമൊക്കെ പോലീസ് അതിന്റെ തനിനിറം പുറത്തു കൊണ്ടുവരികയും പോലീസ് മാത്രമാണ് ഏത് സർക്കാർ ഭരിക്കുമ്പോഴും പോലീസ് അധികാരത്തിന്റെ അല്ലെങ്കിൽ അധികാരത്തിന്റെ സംരക്ഷകർ, ആ ഗവൺമെന്റിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഈ മർദ്ദനോപകരണം എന്നുള്ളൊരു വാക്ക് അല്ലെങ്കിൽ ആജ്ഞാനുസരണം പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം, ഒരു സേന എന്ന നിലയിലേക്ക് പലപ്പോഴും മാറിപ്പോകുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഏറ്റവും ഒടുവിലുണ്ടായിരിക്കുന്ന സംഭവ വികാസങ്ങളാണല്ലോ ഇത്തരം ഒരു ചർച്ചയിലേക്ക് നമ്മളെ ഇന്നത്തെ അടിസ്ഥാനപരമായിട്ട് അതിന്റെ കാരണമായിരിക്കുന്നത്. എന്താണ് ആ കാരണം? അതായത് ഇവിടെ ഇന്ന് വന്നിരിക്കുന്ന വെളിപ്പെട്ടിരിക്കുന്ന അതിന്റെ രണ്ട് വശങ്ങൾ എടുത്തു നോക്കും. ഒന്ന്, വലിയ ആരോപണങ്ങളുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത് ഒരു ഭരണകക്ഷി MLA ആണ്, PV അൻവർ എന്ന് പറയുന്ന ഭരണകക്ഷി MLA. 2-3 ദിവസമായിട്ട് പോലീസ് സേനയിൽ നടക്കുന്ന അത്യന്തം ഗുരുതരമായ, അഭൂതപൂർവം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന, അസാധാരണമെന്നോ അത്യപൂർവം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന രീതിയിലുള്ള കാര്യങ്ങളെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അതിനകത്തുള്ള ആരോപണങ്ങൾ എന്തൊക്കെയാണ്? പോലീസ് സ്വർണം പൊട്ടിക്കാൻ കൂട്ടുനിൽക്കുന്നു, സ്വർണ്ണ കള്ളക്കടത്തിന് കൂട്ടുനിൽക്കുന്നു, പോലീസ് താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി 2 അദ്ദേഹത്തിന്റെ ആരോപണം അങ്ങനെയാണ്. ആ ചില്ലർ മാത്രം. അത് ആ ചില്ലർ എന്ന് പറയുന്ന കൂട്ടത്തില് സംസ്ഥാനത്തെ ക്രമസമാധാന പാലന ചുമതലയുള്ള ADGP ഉണ്ടെന്നുള്ളിടത്താണ് അതിന്റെ മാനം വർദ്ധിക്കുന്നത്. അദ്ദേഹത്തിന് വലിയ അധികാരങ്ങൾ കൊടുത്ത് സൂപ്പർ DGP ആയിട്ട് അദ്ദേഹം കേരളത്തിൽ വിലസുന്നു, വിരാജിക്കുന്നു എന്ന രീതിയിലുള്ള നിരന്തര ആരോപണങ്ങൾ ഉയർന്നൊരു ഘട്ടത്തിലാണ് ഒരു ഭരണകക്ഷി MLA തന്നെ ഇത്തരം ആരോപണങ്ങളായിട്ട് വരുന്നത്. അദ്ദേഹം പറയുന്നു, ഭരണകക്ഷി MLA പറഞ്ഞ മുഴുവൻ കാര്യങ്ങളോടൊന്നും എനിക്ക് യോജിപ്പൊന്നുമില്ല. അദ്ദേഹം പറയുന്ന പല ആരോപണങ്ങളിലും അദ്ദേഹം പറഞ്ഞു പോലീസ് ഫോൺ ചോർത്തുന്നു. അതായത് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരിൽ ഒരാളായ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ സഹപ്രവർത്തകരായ മന്ത്രിമാരുടെ പോലും ഫോൺ ചോർത്തുന്നു, മാധ്യമ പ്രവർത്തകരുടെ ഫോൺ ചോർത്തുന്നു തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങൾ. അതിനോട് ചേർത്ത് പറയേണ്ട ഒരു വളരെ ഗൗരവമായ ഒരു സംഭവമുണ്ട്. ശ്രീ അൻവർ പറയുന്നത് എന്താ? ഞാൻ ഈ ADGPയുടെ ഭാര്യയുടെ ഫോൺ ചോർത്തിയിട്ടുണ്ട്. രണ്ടുപേരും കൊള്ളാം. അതായത് അതീവ ഗുരുതരമായ ഒരു ആരോപണമല്ലേ? ഒരു MLAക്ക്, അത് ഒരു ഭരണകക്ഷി MLA പബ്ലിക്കായിട്ട് പറയാണ്, ഞാൻ ഈ പറഞ്ഞ ADGPയുടെ ഭാര്യയുടെ ഫോൺ ചോർത്തിയിട്ടുണ്ട്. എന്തൊരു ധൈര്യമാണിത്! അതേസമയം തന്നെ അദ്ദേഹം മുഖ്യമന്ത്രി വളരെ നിഷ്കളങ്കനാണ് എന്ന് പറയുകയും ചെയ്യുന്നു. ഞാനത് അംഗീകരിക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അറിവോടെയാണ് ഈ കണ്ട കാര്യങ്ങളെല്ലാം ഈ ADGP നടത്തിയതെന്നും നമുക്ക് ആരോപിക്കാൻ പറ്റില്ല. പക്ഷേ അദ്ദേഹം പറയുന്നത് വെച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയേറെ ആരോപണങ്ങൾ വരുന്നത്? നമ്മളത് ചിന്തിക്കണ്ടേ? ഇങ്ങനെ വരാൻ പാടുണ്ടോ? നേരത്തെ സ്വർണ്ണക്കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ പേരിൽ ഗുരുതരമായ ആരോപണങ്ങൾ വരുന്നു, അദ്ദേഹത്തിന് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നു. ഇപ്പോഴിത് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോ മറ്റൊരു വിശ്വസ്തൻ, അദ്ദേഹം വിശ്വസിച്ചേൽപ്പിച്ച സംസ്ഥാനത്തിന്റെ ക്രമസമാധാന പാലന ചുമതല ഏൽപ്പിച്ച ഒരു വ്യക്തി അദ്ദേഹത്തിന് എന്താ പറയുക വലിയ ഭാരമായി മാറുന്നു. അദ്ദേഹത്തിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ, എന്തെല്ലാം കേസുകൾ ഒത്തുതീർപ്പാക്കി, എന്തെല്ലാം കാര്യങ്ങളിൽ അദ്ദേഹം ഇടപെട്ടിരിക്കുന്നു, എന്തെല്ലാം കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നു എന്നതിന്റെ ഒരു എന്താ പറയുക വളരെ വിസ്തരിച്ചുള്ള ഒരു അക്കൗണ്ട് അല്ലേ? രേഖകൾ സഹിതം അല്ലെങ്കിൽ എന്താ പറയുക ശബ്ദരേഖകൾ സഹിതം PV അൻവർ അത് വെളിപ്പെടുത്തുമ്പോൾ ഞെട്ടാതിരിക്കാൻ നമുക്ക് എങ്ങനെ കഴിയുക? മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ കൃത്യമായി കൈകാര്യം ചെയ്യാൻ ബാധ്യസ്ഥരായ മുഖ്യമന്ത്രിയുടെ ഓഫീസും പൊളിറ്റിക്കൽ സെക്രട്ടറിയും ഒക്കെ ഇതൊന്നും അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് വിശ്വസിക്കാൻ കഴിയാൻ? അത് ശരിയാണോ? അങ്ങനെയുണ്ടെങ്കിൽ ഇപ്പോ താങ്കൾ സൂചിപ്പിച്ചവരൊക്കെ ഉദ്യോഗസ്ഥരാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിയോ അല്ലെങ്കിൽ സർക്കാരിന്റെ ഒരു ലെജിസ്ലേറ്റീവ് എക്സിക്യൂട്ടീവ്സിൽ വരുന്നവരാരുമല്ല, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്സ് വരുന്നവർ ആരുമല്ല, ഉദ്യോഗസ്ഥരാണ്. സ്വാഭാവികമായും അതിൽ ജീർണതയുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാനുള്ള പ്രക്രിയ അതിൽ തന്നെ ഉണ്ടാകുന്നു എന്നുള്ളതല്ലേ പോസിറ്റീവായി കാണേണ്ടത്? അതിനെ ഞാൻ പോസിറ്റീവായി കാണുന്നു. ഇന്ന് മുഖ്യമന്ത്രി പബ്ലിക്കായിട്ട് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ സമാപന സമ്മേളനത്തിൽ വളരെ അപൂർവമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ കണ്ടത്.
അതായത് ഈ ആരോപണം PV അൻവറിന്റെ ആരോപണങ്ങൾ കത്തി നിൽക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം ആ സമ്മേളനത്തിൽ വെച്ച് പറയുന്നു, എത്ര വലിയ ഉന്നതനായാലും അഴിമതി നടത്തിയാൽ, തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടും, വെറുതെ വിടില്ല. ഒപ്പം തന്നെ അദ്ദേഹം പബ്ലിക്കായിട്ട് ഇതിനു മുമ്പൊന്നും അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. ഈ പറഞ്ഞ ആൾക്കെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുന്നു. ആരോപണ വിധേയനായ സൂപ്പർ വ്യക്തിക്കെതിരെ, അദ്ദേഹത്തിനെതിരെ ആ പൊതുവേദിയിൽ അന്വേഷണം പ്രഖ്യാപിച്ച ആ നടപടി അത് തീർച്ചയായിട്ടും അംഗീകരിക്കേണ്ട ഒരു നടപടിയാണ്. പക്ഷെ അത്തരം നടപടികളെക്കാൾ പ്രധാനം ഇത്തരത്തിൽ പ്രവർത്തിക്കാൻ, ഇത്തരത്തിൽ ഉത്തരവാദപ്പെട്ട വലിയ സ്ഥാനത്തിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് കഴിയുന്നു എന്നിടത്താണ് നമ്മുടെ സംവിധാനത്തിന്റെ തകരാറ്. ഈ ഉദ്യോഗസ്ഥർ 8 വർഷം കൊണ്ട് ഉയർന്നു വന്നവരല്ലല്ലോ. 2016 ശേഷം ഉയർന്നു വന്ന ഉദ്യോഗസ്ഥരല്ല ഇവരാരും. പക്ഷെ ഇദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് അദ്ദേഹത്തെ ചില സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റിയിട്ട് അതിനേക്കാൾ വലിയ സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ അവരോധിക്കുമ്പോൾ ഇതൊന്നും അറിയാതെയാണ്, നമ്മളൊന്നും അറിയുന്നില്ല, ഇന്റലിജൻസ് സംവിധാനം ഇതേക്കുറിച്ചൊന്നും അറിയുന്നില്ല, മുഖ്യമന്ത്രി അറിയുന്നില്ല, അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്നവർ അറിയുന്നില്ല എന്ന് പറയുന്ന മുഴുവൻ വിശ്വസിക്കാൻ പ്രയാസമാണ്. PV അൻവർ എന്ന് പറയുന്ന ആളുടെ വെളിപ്പെടുത്തലുകൾ വേണ്ടി വന്നു, ചില കാര്യങ്ങൾ സാങ്കേതിക അർത്ഥത്തിലുള്ള ഒരു തെറ്റിദ്ധാരണയാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ശ്രീ പൊടിപ്പാറയുടെ മുമ്പിലേക്ക് വെക്കുന്നത്, ഇപ്പോൾ PV അൻവർ MLA അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഈ പോലീസിലെ ജീർണതകളെ തുടച്ചു നീക്കുന്ന പരിപാടികൾ ഈ 8 വർഷമായി തന്നെ പിണറായി സർക്കാരിൻ്റെ കാലത്ത് തന്നെ വളരെ ഗൗരവമായി തുടരുന്നുണ്ട്. കാരണം ഈ 8 വർഷത്തിനുള്ളിൽ 108 പോലീസുകാരെയാണ് പുറത്താക്കിയത്. നടപടിയെടുത്തവർ, മറ്റ് നടപടികൾ എടുത്തത് അതിൽ കൂടുതൽ വരും. അപ്പോ 108 പേരെ പുറത്താക്കി. അത് പലതരം ബന്ധം, മണൽ മാഫിയായിട്ടുള്ള ബന്ധം, ഗുണ്ടാ മാഫിയായിട്ടുള്ള ബന്ധം, അതിനുള്ള ആർജവം ഈ സർക്കാർ കാട്ടി എന്നുള്ളതല്ലേ പോസിറ്റീവ്. കാരണം ഇവരാരും പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടി ഓഫീസിൽ നിന്നോ കൊണ്ടുവന്നവരല്ല. ഇതൊരു ഉദ്യോഗസ്ഥ ബന്ധമാണ്, ബ്യൂറോക്രസിയാണ്. അതിന്റെ ആഴം എത്ര, അതിന്റെ പിടിപ്പ് എത്ര എന്നുള്ളത് താങ്കൾക്ക് ഒരു മാധ്യമ പ്രവർത്തനമായതുകൊണ്ട് അറിയാം. പക്ഷെ അതിനെ നന്നാക്കലാണ് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിന്റെ കടമയെങ്കിൽ അത് കൃത്യമായി നിർവഹിക്കുന്നു എന്നിടത്തല്ലേ ശ്ലാഘനീയമായ കയ്യടി നൽകേണ്ടത്. ഞാൻ കൈ അടിക്കേണ്ടടുത്ത് അടിക്കാൻ തയ്യാറാണ്. എന്നിട്ട് ഈ 108 പോലീസുകാരെ പുറത്താക്കിയതും 10-200 ചെല്ലാനും പോലീസുകാരുടെ പേരിൽ അന്വേഷണം നടക്കുന്നതും അവർ പുറത്താക്കലിന്റെ വക്കത്താണ് നിൽക്കുന്നത് എന്നുള്ള അറിവും ഒക്കെ തീർച്ചയായിട്ടും അഭിനന്ദനാർഹമാണ്. അതിനെ സ്വാഗതം ചെയ്യാനും അംഗീകരിക്കാനും എനിക്ക് ഒരു മടിയില്ല. അതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ്. പക്ഷേ അതിനൊക്കെ അപ്പുറത്താണ് ഈ ഒരു ഭരണകക്ഷി MLA ആണ് വെളിപ്പെടുത്തുന്നത്. ആ വെളിപ്പെടുത്തലുകൾ എന്ന് പറയുന്നത് മെഗാ ടൺ പ്രഹരശേഷിയുള്ള, ഉഗ്ര സ്ഫോടന ശേഷിയുള്ള വലിയ ബോംബാണ് പൊട്ടിക്കുന്നത്. അതിനകത്ത് ഇൻവോൾവഡ് ആവുന്ന ആരാണ്? മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ആരോപണം വരുന്നു. മുഖ്യമന്ത്രി വിശ്വസിച്ചേൽപ്പിച്ച ക്രമസമാധാന പാലന ചുമതലയുള്ള ADGPക്കെതിരെ ആരോപണം വരുന്നു. അതിനു മുമ്പ് ഒരു SP, ഒരു ജില്ലാ പോലീസ് സൂപ്രണ്ട് ഈ MLAയുടെ കാല് പിടിക്കുന്നു. ഞാൻ ആജീവനാന്തം അടിമക്കണ്ണായിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കാല് പിടിക്കുന്നു, കെഞ്ചുന്നു, കൊഞ്ചുന്നു. ഇതെല്ലാം കണ്ട് അതെല്ലാം പുറത്തു വന്നത് ഈ പറഞ്ഞൊരു ഇടതുപക്ഷ മുന്നണി ഭരിക്കുന്ന ഒരു സംവിധാനത്തിലാണ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കേരളത്തെക്കുറിച്ച്, ഇടതുമുന്നണിയെക്കുറിച്ചൊക്കെ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു അവസ്ഥയുണ്ടല്ലോ, ആ ഒരു സങ്കല്പമുണ്ട്. ആ സങ്കല്പത്തില് എവിടെയാണ് നമുക്ക് പഴയ്ക്കുന്നത്? ഇവരൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ നിർബാധം വിലസുന്നത്? ഇവർക്ക് എങ്ങനെയാണ്? ഞാൻ തിരിച്ചെത്താം. ശ്രീ റജി ലൂക്കോസ്, അതായത് ഒരു ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ച് കരുതുന്ന ഏതെങ്കിലും കാര്യങ്ങളിലുള്ള വീഴ്ച ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ടോ? ശ്രീ പൊടിപ്പാറ പിണറായി സർക്കാരിനെയും പിണറായി സർക്കാരിൻ്റെ പോലീസിലെ നവീകരണം, ശുദ്ധിയാക്കൽ പ്രക്രിയകളെയൊക്കെ അംഗീകരിക്കുമ്പോൾ തന്നെ അദ്ദേഹം മുമ്പോട്ട് വെച്ച ചില കാര്യങ്ങളുണ്ട്. ഒരു ഭരണപക്ഷ MLA തന്നെ പരസ്യമായി ഇത് പറയുന്നു, ഇത് പറയുന്നത് വരെ ഈ കാര്യങ്ങൾ മനസ്സിലാകാതെ ഇരിക്കുന്നുണ്ടോ എന്ന ഇത്യാദി കാര്യങ്ങളൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. പക്ഷേ ഒരു ഇടതുപക്ഷ സർക്കാർ എന്ന നിലയിൽ, പ്രത്യേകിച്ച് ഈ പിണറായി വിജയൻ സർക്കാരിൻ്റെ 8 വർഷക്കാലം പോലീസിനെ നവീകരിക്കാൻ, മീൻസ് പോലീസിനെ ശുദ്ധീകരിക്കാൻ ഇടപെട്ട നടപടികളുടെ ആർജവം അതുകൂടി കാണണ്ടേ നാം ഈ വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ? ഇപ്പോഴും അത് തന്നെയല്ലേ തുടരുന്നത്? ആജിം ഷാദ്, തീർച്ചയായിട്ടും ഞാനൊരു കണക്ക് അവതരിപ്പിച്ചുകൊണ്ട് ചർച്ചയുടെ തുടക്കം കുറിക്കാം. കേന്ദ്ര സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ഒരു കണക്ക് പ്രകാരം, സൈറ്റിൽ കയറി നമുക്ക് ഇപ്പോഴും വ്യക്തമായിട്ടറിയാം, ഇന്ത്യയിലെ പോലീസ് സേനയുടെ ക്രിമിനൽ പോലീസുകാരുടെ എണ്ണം, അതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 12%. 2016 ഇടതുപക്ഷ ജനാധിപത്യത്തിനോട് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിലെ അതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 6%. 6%. നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിൽ ക്രോസ് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഈ 8 വർഷം കൊണ്ട് കഴിഞ്ഞ 2021 ഡിസംബർ മാസത്തിൽ പുറത്ത് വന്ന കണക്കനുസരിച്ച് അത് 4% കുറഞ്ഞിരിക്കുന്നു. പോലീസ് സേനയിലെ ക്രിമിനലുകളുടെ, ഈ അഴിമതി എല്ലാ അതിനകത്ത് വിടും, പോലീസ് ഉദ്യോഗസ്ഥരുടെ റേഷ്യോ എന്ന് പറയുന്നത്, റേറ്റ് എന്ന് പറയുന്നത്, ശതമാനം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? കഴിഞ്ഞ 8-8.25 വർഷമായിട്ട് കേരളത്തിലെ പോലീസിൽ വന്നിരിക്കുന്ന ഒരു നവീകരണം
മനുഷ്യന്റെ മുഖഭാവമുള്ള, മനുഷ്യന്റെ ഭാഷയിൽ സംസാരിക്കുന്ന, മനുഷ്യത്വമുള്ള ഒരു പോലീസ് സേനയായിട്ട് വാർത്തെടുക്കുക. അതിനു മുമ്പ് കേരള പോലീസിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ആക്ഷേപമൊന്നുമില്ല. എങ്കിലും ക്രിമിനലുകളുടെ എണ്ണത്തിൽ വന്ന വലിയ വ്യത്യാസം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള നേട്ടം തന്നെയാണ്. ഞാൻ ഉദാഹരണം പറയാം. അതായത് UDF ഭരണകാലത്ത് കേരളത്തിൽ ലോക്കം മർദ്ദനത്തിലൂടെ മരിച്ചവരുടെ എണ്ണം 23 പേരാണ്. ഉരുട്ടിക്ക് വന്നവർ കോട്ടയം ജില്ലയിൽ ഞങ്ങളുടെ 2 പോലീസ് സ്റ്റേഷനിൽ അത് ഉണ്ടായി. പക്ഷെ നമ്മുടെ സർക്കാർ 8 വർഷം കൊണ്ട് വന്നിരിക്കുന്ന കേവലം 8 പേര് മാത്രമേ ഉള്ളൂ. അതിന്റെ കാരണങ്ങളൊക്കെ നമുക്ക് വളരെ വിശദമായിട്ട് അറിയാൻ പറ്റും. രണ്ടാമത്തെ വസ്തുത എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ജനമൈത്രി പോലീസ്. കേരളത്തിൽ ജനമൈത്രി പോലീസ് വരുന്നതിന് മുമ്പ് ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു പൗരൻ ചെന്ന് കഴിഞ്ഞാൽ അവന് യാതൊരു പരിഗണനയില്ല, അവൻ പുറത്ത് അല്ലെങ്കിൽ അതിനകത്ത് പോയി നിൽക്കണം. ഇന്ന് നമ്മൾ ഹോട്ടലിലെ റിസപ്ഷനിൽ പോയി ചെല്ലുന്ന പോലെയാണ് ഒരു പോലീസ് സ്റ്റേഷൻ ചെന്നാൽ. അത് ബഹുമാനപ്പെട്ട കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോൾ ഒരു വിപ്ലവകരമായ മാറ്റമാണ്. അങ്ങനെ ഇടതുപക്ഷ സർക്കാരുകൾ കേരളത്തിൽ ഭരിക്കുന്ന കാലത്തെല്ലാം കൂടി വന്നൊരു മാറ്റമാണ് ഈ ജനകീയമായ ഒരു പോലീസിന്റെ അടിത്തറ എന്ന് പറയുന്നത്. എന്നാലും ചില പുഴുക്കുത്തുകൾ ഈ പോലീസ് സംവിധാനത്തിലുണ്ട്. അത് 4% വരുന്നത് മാത്രമാണ്. ഞാൻ മറ്റൊരു കണക്കൂടെ പറയാം. ഇവിടെ ആവർത്തിച്ചാണെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വെളിപ്പെടുത്തിയത് പല ദിവസവും നമ്മൾ പറഞ്ഞിട്ടുള്ള 108 ഉദ്യോഗസ്ഥന്മാരെ, പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പിരിച്ചുവിട്ടു. കോടതിയല്ല, ഈ സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പ്. അതിൽ 2 DYSPമാരുണ്ട്, നിരവധി സർക്കിൾ ഇൻസ്പെക്ടർമാരും SI സഹിതമുള്ള പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. 202 ഉദ്യോഗസ്ഥന്മാരെ പിരിച്ചുവിടാനുള്ള അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുക. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഏതെങ്കിലും UDF സർക്കാർ ഒറ്റ പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടിട്ടുണ്ടോ? ആകെപ്പാട് VP ഷാജി എന്ന് പറഞ്ഞ ഒരു DYSP പിരിച്ചുവിട്ടു. അത് സംസ്ഥാന സർക്കാരല്ല, അത് സംസ്ഥാനത്തെ ഹൈക്കോടതി അയാൾ കൊലപാതകം തെളിഞ്ഞതിന്റെ പേരിൽ ഹൈക്കോടതി ഇന്നും അയാൾ ജയിലിലായതിന്റെ പേര് മാത്രമേ പിരിച്ചുവിട്ടിട്ടുള്ളൂ. പിരിച്ചുവിടാൻ നിർബന്ധിതരായതാ, അല്ലാതെ കൊണ്ട് ഒരു ഉദ്യോഗസ്ഥനെ പിരിച്ചുവിട്ടിട്ടില്ല. ഇവിടെ ഇപ്പൊ സംഭവം എന്താ? ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് PV അൻവർ എന്ന് പറയുന്ന വളരെ ജനകീയ അടിത്തറയുള്ള, ജനങ്ങളോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു സ്വീപ്പ് സഹയാത്രികനായ, വളരെ ആർജവുമുള്ള, നിരവധി സാമൂഹിക ദ്രോഹികൾക്കെതിരെ വിരൽ ചൂണ്ടിയിട്ടുള്ള, ആ കാര്യത്തിൽ യാതൊരു മടിയും ഇല്ലാതെ കൊണ്ട് അലകുഴപ്പം നയമില്ലാത്ത ഒരു MLA ആണ് PV അൻവർ. ഈ ചർച്ചയെ പറഞ്ഞത് എനിക്ക് യാതൊരു മടിയില്ല. അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന ചില ആരോപണങ്ങൾ, ഇന്നലെ അദ്ദേഹം പുറത്തുവിട്ട ഒരു ഓഡിയോ സന്ദേശം, ഇന്ന് ആ ഓഡിയോ സന്ദേശത്തിന്റെ അദ്ദേഹം ഉയർത്തിയ ആരോപണങ്ങളുടെയും ഫലമായിട്ട് രാവിലെ ഏതാണ്ട് 8 മണിയായപ്പോൾ ബഹുമാനപ്പെട്ട ഗോവിന്ദ മാഷോട് കണ്ണൂരിൽ നിന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചു, ഇങ്ങനെ PV അൻവർ കുറെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എന്താണ് പാർട്ടിയുടെ നിലപാട് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഗോവിന്ദ മാഷ് അത് പഠിച്ചിട്ട് പറയാം, അല്ലെ PV അൻവർ അത് സർക്കാരിന്റെ അടുത്ത് നേരിട്ടാണ് പറയേണ്ടതെന്നുള്ള ഒരു മറുപടിയും പറയാതെ കേരളത്തിന്റെ CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞൊരു മറുപടി പറയണം. ജോസഫ് സാർ ശ്രദ്ധിക്കേണ്ടതാണ്. അദ്ദേഹം പറഞ്ഞെന്താ, അത് വളരെ ഗൗരവമുള്ള ആരോപണങ്ങളാണ്, സംസ്ഥാനത്തെ പാർട്ടിയും സർക്കാരും അത് ഗൗരവത്തിലെടുക്കും എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഈ ഗവൺമെന്റിനെ കുറിച്ച്, പാർട്ടിയെ കുറിച്ചുള്ള വിലയിരുത്തൽ ഈ കേരളത്തിലെ ജനങ്ങളുടെ അടുത്ത് ഒരിക്കൽ കൂടി തങ്ക ശോഭയിൽ വഴിവായത്. ഇന്ന് 11 ആയപ്പോഴാണ് ബഹുമാനപ്പെട്ട PV അൻവർ വീണ്ടും തന്നെ പത്രസമ്മേളനം തുടങ്ങി. അതിനു മുമ്പ് തന്നെ രാവിലെ ഗസ്റ്റ് ഹൗസിലേക്ക്, കോട്ടയം നാട്ടകത്തെ ഗസ്റ്റ് ഹൗസിലേക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളത്തിന്റെ DGP വിളിച്ചു വരുത്തി 45 മിനിറ്റ്സ് അദ്ദേഹം ചർച്ച ചെയ്തു. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. അദ്ദേഹം പോലീസ് ഓഫീസേഴ്സിന്റെ സംസ്ഥാന യോഗത്തിൽ, അതിന്റെ അവസാനത്തെ സമ്മേളനത്തിൽ അദ്ദേഹം പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോൾ അദ്ദേഹം തുടക്കം കുറിച്ച് എങ്ങനെയാണെന്നറിയോ? അതാണ് ആലോചിക്കേണ്ടത്. വേണമെങ്കിൽ മുഖ്യമന്ത്രിക്ക് വേണേൽ PV അൻവറെ വിളിച്ചു വരുത്തി അത് അന്വേഷിക്കട്ടെ, സർക്കാർ തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞാൽ പോലീസ് ഇതുവരെ സംരക്ഷിക്കുകയോ PV അൻവറിനെ തള്ളിപ്പറയുകയോ ചെയ്യാമായിരുന്നു വാക്കുകൾക്കിടയിലൂടെ. അതൊന്നും ചെയ്തില്ല കേരളത്തിലെ മുഖ്യമന്ത്രി. ഇത്രയ്ക്ക് പരിവർത്തനങ്ങൾ ഈ പോലീസ് സേനയെ വരുത്തി ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു പോലീസ് സേനയെന്ന് കാണിച്ചു കൊടുത്ത മുഖ്യമന്ത്രി പറഞ്ഞത് പറഞ്ഞത് ഇവിടെ ചില ഉന്നത ഉദ്യോഗസ്ഥർ പുഴുക്കുത്തൊഴിലുകളിൽ ഈ സർക്കാർ ഈ പോലീസ് അസോസിയേഷന്റെ സമ്മേളനത്തിൽ വെച്ചാണ് മുഖ്യമന്ത്രി ഇത് പറയുമ്പോൾ ഖരഘോഷമാണ് സദസ്സിൽ നിന്നും വരുന്നത്. അത് അതിലേക്ക് ഞാൻ വരുന്നത് ഇത് കോട്ടയത്താണല്ലോ. അതേ കോട്ടയത്താണല്ലോ. അത് കവർ ചെയ്ത ക്യാമറമാൻ ഇപ്പൊ എന്റെ മുമ്പിൽ ക്യാമറ വെച്ചിരിക്കുന്ന സാംജി താർപ്പുകര എന്ന് പറഞ്ഞ കൈരളിയുടെ കോട്ടയത്തെ ക്യാമറമാൻ. ഞാൻ പറയുന്നതിന് കാരണമുണ്ട്. നോക്കൂ, അവിടെ മുഖ്യമന്ത്രി തുടക്കം കുറിച്ച് അങ്ങനെ തന്നെയാ. ഒരാളെയും വെച്ചോണ്ടിരിക്കില്ല, ഏറ്റവും ഉന്നതനായ ഉദ്യോഗസ്ഥരെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നു പറഞ്ഞപ്പോൾ നമ്മളൊരു കലാപരിപാടി കാണുമ്പോൾ കൈയടിക്കുന്ന പോലെ, അല്ലെങ്കിൽ താരങ്ങളെ പോലെ കൈയടിക്കുന്ന പോലെ പോലീസ് ഓഫീസേഴ്സ് ഒറ്റ കൈയായിട്ട് കരഘോഷം മുഴക്കുക. ഒരു തവണയല്ല മുഖ്യമന്ത്രി കൈയടിച്ചത്, 2 തവണ. എന്തായാലും കാരണം അതിനകത്തൊരു വലിയ സൂചനയുണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുത്തത്. ലൈവായിട്ട് കണ്ടോണ്ടിരിക്കുക. എന്താ പറഞ്ഞേ? തെറ്റുകളും അഴിമതികളും ക്രിമിനൽ പരിപാടികളും തെറ്റായ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവരെ ഞങ്ങൾ അതിനൊപ്പമില്ല എന്നാണ് കേരളത്തിലെ 99% ആയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരും, വെറും ഉദ്യോഗസ്ഥരല്ല, ഓഫീസേഴ്സ് അവിടെ കൈയടിച്ചത്. അതാണ് മുഖ്യമന്ത്രി എന്ന് പറയുന്നത് പിണറായി വിജയൻ നിന്ന് നേടിയ ഏറ്റവും വലിയ നേട്ടം. അങ്ങനെ ഒരു വലിയൊരു സമൂഹത്തെ പോലീസിൽ വാർത്തെടുക്കാൻ സാധിച്ച ഈ ഗവൺമെന്റ് ഒരാരോപണം, അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് പോലും മനസ്സിലാക്കുന്നതിന് മുമ്പേ അന്വേഷിക്കുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയാണ് കേരളത്തിലുള്ളത്. അതിനെയാണ് കഴിഞ്ഞ 2021 മുമ്പിൽ, ഇത് ശ്രദ്ധിച്ചു നോക്കുക, 2021 മുമ്പിൽ
ഇതിനേക്കാളും ഇത് കള്ളക്കഥകളും സ്വർണ്ണക്കടത്തിന്റെ കാര്യത്തിലും മറ്റ് പല തട്ടിപ്പ് ആരോപണങ്ങളുടെ പേരിലും പിന്നെ കേന്ദ്ര ഏജൻസി 5 കേന്ദ്ര ഏജൻസികളെ വിളിച്ചു വരുത്തിയ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു വരാൻ പറഞ്ഞത് ഇവിടെ വട്ടം ചുറ്റിയിട്ടും ഈ മാധ്യമങ്ങൾ എന്തിനേക്കും ഈ മാധ്യമങ്ങൾ ഇതിലും വലിയ ആരോപണം ഉന്നയിച്ചിട്ടും ഈ പിണറായി വിജയൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയോ ഈ സർക്കാരിനോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ കേരളത്തിലെ ജനങ്ങൾ തേരിൽ ഏറ്റിക്കൊണ്ട് വീണ്ടും 8 സീറ്റ് അധികം കൊണ്ട് കൊടുത്തു പിന്നെ അധികാരത്തിലെത്തി. എന്താ കാരണം? കേരളത്തിലെ മുഖ്യമന്ത്രി ഈ സർക്കാരിനെ ജനങ്ങൾക്ക് വിശ്വാസമുണ്ട്. അവർ ഓരോ ദിവസവും തൊട്ടറിയുന്ന പോലീസ് സംവിധാനത്തെ തിരുവനന്തപുരത്തൊന്നും പോകേണ്ട പോലീസിനെ കുറിച്ച് അറിയണമെങ്കിൽ ഓരോ ദിവസവും അവർ നേരിൽ കാണുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഇടപെടലും അവരുടെ മനുഷ്യത്തിന്റെ ഭാവവും അവരുടെ മനുഷ്യന്റെ ഭാഷയും അവർ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഈ ആരോപണങ്ങൾക്കൊന്നും ചെവി കൊടുക്കാൻ ഈ 2020 മുമ്പ് ചർവിത ചരണം പോലെ കേരളത്തിലെ മാധ്യമങ്ങൾ ആഘോഷിച്ചതിന് ഒരു പുല്ല് വില പോലും കൊടുക്കാതെ ഈ കേരളത്തിലെ ജനങ്ങൾ വിധി എഴുതിയത്. അതേ ആരോപണങ്ങളുടെ വലിയൊരു ഭാണ്ഡക്കെട്ടുമായിട്ടാണ് ഇപ്പൊ ചില മാധ്യമങ്ങളും ഈ കോൺഗ്രസിന്റെ നേതാക്കളും പറയുന്നത്. എനിക്ക് ഒരു കാര്യം പറയാനുള്ള അവസരം തരണം, ഒറ്റ മിനിറ്റ് കൊണ്ട് തീർക്കാം. ഈ ഉദ്യോഗസ്ഥന്റെ പേരിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്ന ആരോപണങ്ങൾ PV അൻവർ വെളിവിട്ടിരിക്കുന്ന ആരോപണങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട 2 കാര്യങ്ങളുണ്ട്. അതായത് സോളാർ കേസ് ഒതുക്കാനായിട്ട് ആ പറയുന്ന പരാതിക്കാരെ ഒതുക്കാൻ അവരെ കയ്യിലെടുക്കാനായിട്ട് വലിയ സാമ്പത്തികപരമായിട്ടുള്ള രീതിയിലുള്ള സ്വാധീനം ചെലുത്തിയെന്നും ഇപ്പോൾ ഈ PV അൻവർ MLA പുറത്തുവിട്ട നിയമസഭയിൽ അദ്ദേഹത്തിന്റെ പ്രിവിലേജ് വെച്ചുകൊണ്ട് നിയമസഭയിൽ അതേ ഒരു ഗുരുതരമായ ആരോപണം പുറത്തുവിട്ടിരുന്നു. നിയമസഭയിൽ അവതരിപ്പിച്ചു. എന്താണ്? കേരളത്തിന്റെ പ്രതിപക്ഷ 150 കോടി രൂപ ഇലക്ഷന് മുന്നോടിയായിട്ട് കർണാടകയിൽ നിന്ന് കൈപ്പറ്റി 3 മീൻ വണ്ടിക്കകത്ത് തൃശ്ശൂരെ ഒരു കടപ്പുറത്ത് വെച്ച് അദ്ദേഹം പിന്നെ കൈപ്പറ്റി ആ പൈസ കൈപ്പറ്റി എന്നുള്ള അതീവ ഗുരുതരമായ ആരോപണം. എന്തിനു വേണ്ടിയിട്ട് ആരോപിച്ചത്? കേരളയിൽ തകർക്കാൻ വേണ്ടിയിട്ട്, കേരളയിലെ അട്ടിമറിക്കാൻ കർണാടകയിലെ ലോബിയിൽ നിന്ന് കാശ് വാങ്ങിച്ചെന്ന് പറഞ്ഞപ്പോൾ ആ ആരോപണം നിയമസഭ ഉന്നയിച്ച ആ PV അൻവറിനോട് ഒരക്ഷരം പോലും ചോദിക്കാണ്ട്, ആരോപണം ഉന്നയിച്ച ആളിനോട് അതിന് നിജസ്ഥിതിയോ തെളിവോ ചോദിക്കാതെ കണ്ട് ഈ ഉദ്യോഗസ്ഥൻ സകലരെ മറച്ചു വെച്ചുകൊണ്ട് ആ വിജിലൻസിന്റെ ഉദ്യോഗസ്ഥന് നിർദ്ദേശം കൊടുത്തിരിക്കുന്നു. അദ്ദേഹം നേരത്തെ വിജിലൻസ് വർക്ക് ചെയ്ത ഇതിനകത്ത് കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് വിജിലൻസ് കോടതിയിലേക്ക് റിപ്പോർട്ട് ചെയ്യാൻ കൊടുത്തു. അതും അന്വേഷിക്കേണ്ട കേരളം. അതുകൊണ്ടാണ് ഇതൊക്കെ പുറത്തു വന്നപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞത് ഏത് ഉന്നത ഉദ്യോഗസ്ഥനാണെങ്കിലും ഏറ്റവും വലിയ ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിക്കുന്നു പറയുന്നത്. ഇന്ന് ആ ഉദ്യോഗസ്ഥൻ അന്വേഷണത്തിന്റെ പരിധിയിലാണ്. ഇന്ന് പത്തനംതിട്ടയിലെ SP സസ്പെൻഷന്റെ വക്കിലാണ്. ഇവരെ ആരെയെങ്കിലും വെറുതെ വിടുന്നു കേരളം. ഈ കേരളത്തിൽ എത്രയോ മുഖ്യമന്ത്രിമാർ കേരളം ഭരിച്ചിട്ടുണ്ട്, എത്രയോ ആഭ്യന്തരമന്ത്രി വകുപ്പുകാർ ഭരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ആർജവം കേരളത്തിൽ ഇതിലൊക്കെ ഇപ്പൊ രമൺ ശ്രീവാസ്തവയെ കുറിച്ച് ആരോപണങ്ങൾ വന്നു, PP ലക്ഷ്മണനെ കുറിച്ച് ആരോപണങ്ങൾ വന്നു, ജയറാം പണിക്കലിനെ കുറിച്ച് ആരോപണങ്ങൾ വന്നു. ഏതെങ്കിലും ഒരു UDF സർക്കാർ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്റെ പേരിൽ ഏതെങ്കിലും ഒരു നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? ഇവരെ വെല്ലുവിളിക്കുന്നു. ഇല്ല, അവർക്ക് ഭയമായിരുന്നു. പക്ഷേ ഈ ഗവൺമെന്റ് അതല്ല. ഈ സർക്കാരിന് പ്രതിബദ്ധത ജനങ്ങളോട് മാത്രമേ ഉള്ളൂ. കേരളത്തിലെ ജനങ്ങളോടുള്ള പ്രതിബദ്ധത മാത്രമാണ് അത്. അദ്ദേഹം എന്ന് പറഞ്ഞു ഈ സർക്കാരിന്റെ പ്രതിബദ്ധത ജനങ്ങളോടാന്ന് പറഞ്ഞു കേരളത്തിലെ മുഖ്യമന്ത്രി. ഞാൻ വാദോരാതെ പറയുന്നു, മുഖ്യമന്ത്രിയെ പൂഴ്ത്താനൊന്നുമില്ല. ദിസ് ഈസ് ഹാപ്പനിങ് ഓവർ ഹിയർ ഇൻ കേരള. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിനു മുമ്പിൽ ക്യാമറ വെച്ച ക്യാമറമാന്മാരും മാധ്യമപ്രവർത്തകരും ഞാൻ 3ാമത്തെ ചാനല അവരൊക്കെ പറയുന്നു രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ ആ പൊതുവേദിയിൽ അദ്ദേഹം അവതരിപ്പിച്ചു. അത് വേണമെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഇന്ന് അന്വേഷിക്കട്ടെ, ഞാൻ തിരുവനന്തപുരത്ത് എത്തട്ടെ, കാര്യങ്ങൾ പിന്നെ തീരുമാനിക്കാന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മാധ്യമങ്ങൾ അതിനെ അനുസരിക്കും. കാരണം അദ്ദേഹം കേരളത്തിന്റെ പറയാമായിരുന്നു. അതാണ് ഗവൺമെന്റ് ഒരു ക്രെഡിബിലിറ്റി. ശ്രീ പൊടിപ്പാറ, ഒരിക്കലും അതിനെ ഏതെങ്കിലും ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പക്ഷമായി ചുരുക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല വ്യക്തിപരമായി. ഇത് ഒരു സമൂഹത്തിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ സ്വാഭാവികമായി കടന്നുകൂടുന്ന ഒരു തിന്മയെ വലിച്ചു മാറ്റുന്നു എന്നുള്ളേ ഉള്ളൂ. പക്ഷേ അങ്ങനെ വലിച്ചു മാറ്റാൻ ആർജവം രാഷ്ട്രീയ നേതൃത്വം കാണിക്കുന്നു, ജനകീയ ഭരണകൂടം കാണിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകതയായി ഞാൻ കാണുന്നത്. 1975-77 കാലഘട്ടം അച്യുതമേനോനും K. കരുണാകരനും ഒക്കെ ഭരിക്കുന്ന സമയം കൂത്തുപറമ്പിലെ ഒരു MLA പിടിച്ചുകൊണ്ടുപോയി ലോക്കപ്പിലിട്ട് ക്രൂരമായി മർദ്ദിക്കുന്നു. നടക്കാൻ പോലുമാകാതെ, അദ്ദേഹത്തിന് ജീപ്പിൽ കയറാൻ പോലുമാകാതെ എടുത്തുകൊണ്ട് കയറ്റിക്കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം. അതിനുശേഷം ആ MLA ആ ചോര പുരണ്ട ഉടുപ്പുമായി നിയമസഭയിലെത്തി സംഭവങ്ങൾ വിവരിച്ച് വൈകാരികമായി കൂടി പ്രസംഗിച്ചു. ആ കാലത്ത് നിക്കറിട്ട പോലീസിൻ്റെ, അല്ലെങ്കിൽ ജനതയുടെ വരിയുടയ്ക്കുന്ന പോലീസിൻ്റെ, ഉരുട്ടിക്കൊല്ലുന്ന പോലീസിൻ്റെ നിക്കറിട്ട ഭാവത്തിൽ നിന്ന് ഒരുപാട് മാറിയില്ലേ ഇപ്പോഴത്തെ ജനകീയ പോലീസിലേക്കുള്ള മാറ്റം? അത് ഒരു കൾമിനേഷനാണ്. അതൊരു സ്വാഭാവികമായി പതിയെ നടന്നിരുന്ന ഒരു പരിണാമമാണ്. ആ പരിണാമങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടികൾ
നയരൂപീകരണം നടത്തുന്ന രാഷ്ട്രീയ പാർട്ടികൾ അടക്കമുള്ളവരുടെ സ്വാധീനവും ഇടപെടലും വളരെ വലുതാണ്. അങ്ങനെ മാറി മാറിയാണ് പണ്ടൊക്കെ പോലീസ് സ്റ്റേഷനുകളിൽ ചെന്ന് കയറാൻ പോലും ആൾക്കാർക്ക് പേടിയാകുന്നിടത്ത് ഇപ്പോഴത് മാറുന്നു. പോലീസിനെതിരെ സംസാരിക്കാനും കൈ ചൂണ്ടാനും ഒക്കെ ജനങ്ങൾക്ക് ആർജവം ഉണ്ടാകുന്നു. ഈ രീതിയിലേക്കൊരു ജനാധിപത്യ ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിലേക്ക് ആധുനിക കേരളം എത്തപ്പെട്ടു, മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് പ്രത്യേകിച്ചും. ഇവിടെ റെജി ലൂക്കോസ് സൂചിപ്പിച്ചതുപോലെ 6% ക്രിമിനൽസിൽ നിന്ന് 4% ക്രിമിനൽസായി കുറയുന്നു. അപ്പോൾ സ്വാഭാവികമായും സമൂഹത്തിൻ്റെ അനുരണനങ്ങളും പ്രതിധ്വനികളുമാണല്ലോ പോലീസിലും ഉദ്യോഗസ്ഥ വർഗത്തിലും ഒക്കെ പ്രതിഫലിക്കുന്നത്. അപ്പോൾ അതിനെ അങ്ങനെ ഒരു ബിഗ് ടാർജറ്റിൽ, അങ്ങനെ ഒരു ബിഗ് ക്യാൻവാസിൽ കണ്ട് പരിഹരിക്കുന്നതിലേക്ക് പോകേണ്ട ഊർജമല്ലേ സാമൂഹിക ഘടകങ്ങളെന്ന നിലയിൽ നമ്മൾ നൽകേണ്ടത്? ജോർജ് പൊടിപ്പാറ. അജിം ഷാദി, താങ്കൾ ഈ പറയുന്ന കാര്യങ്ങളോടൊന്നും എനിക്കൊരു വിയോജിപ്പുമില്ല. അങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിക്കേണ്ടത്. കേരളത്തിന്റെ 57 മുതലുള്ള അല്ലെങ്കിൽ കേരള സംസ്ഥാന രൂപീകരണം മുതൽ 2024 വരെയുള്ള ഈ കാലഘട്ടത്തിൽ അതാത് സമയത്ത് കേരളം ഭരിച്ച സർക്കാരുകളെല്ലാം ഈ കേരളത്തിന്റെ പുരോഗതിക്ക്, കേരളത്തിന്റെ വളർച്ചയ്ക്ക്, കേരളത്തിന്റെ വികസനത്തിന്, അത് എന്താ പറയുക, സാമ്പത്തിക വികസനത്തിന് മാത്രമല്ല, രാഷ്ട്രീയ, സാമൂഹ്യ, ആധ്യാത്മിക, ഇങ്ങനെ എല്ലാ രംഗങ്ങളിലും, സാംസ്കാരിക രംഗത്തെല്ലാം കോൺഗ്രസ് ഈ പറഞ്ഞ കേരളം ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വലിയ ബിഗ് ലീപ്പ് നടത്തിയിട്ടുണ്ട്. സാർവത്രിക വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലാവട്ടെ, സാമൂഹ്യ നീതിയുടെ കാര്യത്തിലാവട്ടെ, അതുപോലെ തന്നെ ആതുര സേവന രംഗത്തെ ആ ഒരു സാർവത്രികതയുടെ കാര്യത്തിലാവട്ടെ, മറ്റൊരു സംസ്ഥാനമായിട്ട് കേരളത്തെ താരതമ്യം ചെയ്യാൻ പറ്റില്ല. ഇതിന് കേരളത്തിന്റെ പഴയ ചരിത്രം മുതൽ സാമൂഹ്യ പരിഷ്കർത്താക്കളും അതുപോലെ തന്നെ ആധ്യാത്മിക നേതാക്കളും അക്കാലത്തുണ്ടായ സംഘടനകളും അതുപോലെ സമുദായ നേതാക്കളും ഒക്കെ, ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും അതുപോലെ തന്നെ മന്നത്ത് പത്മനാഭനും അങ്ങനെ ഒരുപാട് പേര്, അതുപോലെ മിഷണറിമാരും എല്ലാം ഈ കേരളത്തിന്റെ സമഗ്ര വളർച്ചയ്ക്ക് വലിയ സംഭാവനകൾ അർപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ജനാധിപത്യ പ്രസ്ഥാനങ്ങളും ഒപ്പം തന്നെ വിപ്ലവ പ്രസ്ഥാനങ്ങളും ഇടതുപക്ഷം കേരളത്തിലെ തൊഴിലാളികളിൽ സംഘടിത ബോധം ഉണ്ടാക്കുകയും അവകാശങ്ങൾക്ക് വേണ്ടി പടപൊരുതാനുള്ള ആത്മവിശ്വാസവും ആർജവും പകർന്നു നൽകുകയും ചെയ്തു. അപ്പൊ ആധുനിക കേരളത്തിന്റെ സൃഷ്ടിയിൽ ഈ ഘടകങ്ങൾക്കെല്ലാം വലിയ പങ്കുണ്ട്. അത് കൂടിയും കുറഞ്ഞ അളവിൽ കാലങ്ങളായി പ്രവർത്തിച്ച് രൂപപ്പെടുത്തിയെടുത്ത ഒരു സംസ്ഥാനമാണ്, ഒരു മാതൃകയാണ് കേരളം എന്ന് പറയുന്നത്. പക്ഷെ എന്നിട്ടും 2024 നമ്മൾ കാണുന്നത് എന്താ? ഇത്തരം ആരോപണങ്ങൾ ഉയരുന്നു എന്നിടത്താണ് റെജി ലൂക്കോസിനോട് എനിക്ക് വിയോജിക്കേണ്ടി വരുന്നത്. നമ്മൾ ഈ പറഞ്ഞ വലിയ നല്ല കാര്യങ്ങളെല്ലാം പറയുമ്പോഴും പുഴുക്കുത്തുകൾ ഉണ്ടാവുന്നു. ആ പുഴുക്കുത്തുകൾ പോലീസ് ഒരു തുടർച്ചയാണ്. പോലീസ് എന്ന് പറയുന്നത് എല്ലാവരെയും നന്നാക്കാൻ പറ്റില്ല, എല്ലാ രാഷ്ട്രീയക്കാരും നല്ലതല്ല, അതുപോലെ തന്നെ എല്ലാ ഡോക്ടർമാരും നല്ലവരല്ല എന്ന് പറയുന്ന പോലെ എല്ലാ പോലീസുകാരും നല്ലവരല്ല എന്ന് പറയുന്നിടത്ത് നമ്മൾ ഇതിനെ അങ്ങനെ ലളിതവൽക്കരിക്കാൻ പറ്റുമോ? അങ്ങനെ കാണേണ്ട ഒരു വിഷയമാണോ ഇത്? ഇവിടെ ആരാണ് ഇപ്പൊ ആരോപണ വിധേയരായിരിക്കുന്നത്? ആ ആരോപണങ്ങളെ കുറിച്ച് തുറന്നടിക്കുന്നത് ആരാണ്? ഇവിടെ ഒരു വലിയ ചോദ്യമില്ലേ? ആ തുറന്നടിക്കൽ വരെ നമുക്ക് വലിയ ഇന്റലിജൻസ് സംവിധാനങ്ങളുണ്ട്. ഓരോ ദിവസവും കൃത്യമായിട്ട് കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക്, ആഭ്യന്തരമന്ത്രിക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഓഫീസിലെത്തുന്നുണ്ട്. വലിയ ഒരു ഓഫീസ് സംവിധാനം പ്രവർത്തിക്കുന്നു. എവിടെയെങ്കിലും പാളിച്ചകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് തിരുത്താനായിട്ട് മുഖ്യമന്ത്രിക്ക് വലിയ സംവിധാനമുണ്ട്. അതിശക്തനായ പൊളിറ്റിക്കൽ സെക്രട്ടറിമാരുണ്ട്. അങ്ങനെ ഒത്തിരി സംവിധാനങ്ങളുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും ഇപ്പോൾ PV അൻവറെ പോലെയുള്ള ഒരാള് ഈ കാര്യങ്ങൾ വിളിച്ചു പറയുന്നത് വരെ ഇവരെ കുറിച്ച് നമുക്ക് ഒന്നും അറിയില്ലായിരുന്നു. ഈ മലപ്പുറത്ത് നിന്ന് പത്തനംതിട്ടയിലേക്ക് അത് തീർച്ചയായും നമുക്ക് ചർച്ചയ്ക്ക് വിധേയമാക്കാം, അതിലേക്ക് പോകാം. ഞാൻ അതിനു മുമ്പ് മറ്റൊരു കാര്യം കൂടി, ശരിയാണ്, ഭരണകൂടത്തെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കൊക്കെ ഉണ്ട്, അത് വിമർശിക്കുകയും വേണം. അത് മാത്രമല്ല, അതിനെ ക്രിയാത്മകമായി സ്വീകരിക്കുന്നവരാണ് ഈ ഭരണകൂടം എന്നത് തന്നെയാണ്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ സർക്കാർ എന്നത് തന്നെയാണ് മുഖ്യമന്ത്രി ഇന്ന് പരസ്യമായി ഈ ആരോപണങ്ങൾ അന്വേഷിക്കുമെന്ന് പറയുന്നതിലേക്ക് എത്തിയത്. ഇതാണ് റെജി ലൂക്കോസ് വിശദീകരിച്ചത്. പക്ഷേ അതിനു മുമ്പ് ഞാൻ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ശ്രീ പൊടിപ്പാറ സാറിനോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. കാരണം ഈ PV അൻവർ എന്ന MLA ഈ വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ ആദ്യമുള്ള മാധ്യമങ്ങളുടെ, മുഖ്യധാരാ മാധ്യമങ്ങളുടെ സമീപനം എന്തായിരുന്നു? പോലീസിനെ വരുതിക്ക് നിർത്താനാകാത്തത് കൊണ്ട് MLA ചൊടിക്കുന്നു, MLA വിമർശിക്കുന്നു. ഇതായിരുന്നു മുഖ്യധാരാ മാധ്യമങ്ങൾ വിടർത്തിയ വാർത്തകൾ. അതിനുശേഷം ചില വോയിസ് ക്ലിപ്പുകൾ അടക്കം ഈ കാര്യങ്ങൾ പുറത്തെത്തിയപ്പോൾ മാത്രമാണ് കാര്യങ്ങളെ മറ്റൊരു ദിശയിലേക്ക് ചിന്തിക്കാൻ പോലും മാധ്യമങ്ങളെ പ്രേരിതമാക്കിയത്. ഇങ്ങനെ ഒരു വല്ലാത്ത കൾബിനേഷൻ അവിടെയുണ്ട്, ഇങ്ങനെയുള്ള ഒരു മൊഴിമാറ്റം അവിടെയുണ്ട്. അപ്പോൾ സ്വാഭാവികമായും സമൂഹത്തിൻ്റെ കോണുകളിൽ മാധ്യമങ്ങൾ എന്ന അർത്ഥത്തിൽ കൂടി അവരെ കൂടി ആ വിമർശനത്തിൻ്റെ ഭാഗമാക്കണമെന്ന് എൻ്റെ അഭ്യർത്ഥന. പൊടിപ്പാറ.
അജിം ഷാ, തീർച്ചയായിട്ടും ഞാനിപ്പോ ആഗ്രഹിച്ചു പോകുന്നത്, ഇതിനു മുമ്പ് ഞാൻ ആഗ്രഹിക്കുന്നത്, സമീപകാലത്ത് കേരളത്തെ ഞെട്ടിക്കുന്ന വലിയ വെളിപ്പെടുത്തലുകൾ സംഭവിക്കുന്നത് മാധ്യമങ്ങളിലൂടെ അല്ല. അതായത് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ബ്രേക്കിങ്സ് സംഭവിക്കുന്നത് മാധ്യമങ്ങളിലൂടെ അല്ല എന്നുള്ളത്. പണ്ടൊക്കെ മാധ്യമങ്ങളാണ് ഇത് പുറത്തു കൊണ്ടുവന്നിരുന്നത്. കേരളത്തെ ഞെട്ടിക്കുന്ന വലിയ വാർത്തകളുടെ സ്ഫോടനം സംഭവിക്കുന്നത് മാധ്യമങ്ങളിലൂടെ ആണെങ്കിൽ ഇപ്പോ അത് അങ്ങനെ സംഭവിക്കുന്നില്ല എന്നതൊരു വസ്തുതയാണ്. പല കാര്യങ്ങളും കഴിഞ്ഞ ഭരണകാലത്ത് നമ്മൾ കണ്ടു. അത് ശരിയോ തെറ്റോ നിങ്ങൾ അംഗീകരിക്കാതിരിക്കുക, അത് വേറെ പ്രശ്നം. വലിയ ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെയും അതുപോലെ തന്നെ ഭരണത്തിനെതിരെയും വലിയ വാർത്തകളുമായിട്ട് പുറത്തു കൊണ്ടുവന്നതും വലിയ വിവാദ വിഷയങ്ങൾ കേരള സമൂഹത്തിന്റെ മുമ്പിലേക്ക് അവതരിപ്പിച്ചത് അന്നത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തലയാണ്. സാധാരണഗതിയിൽ അത്തരം കാര്യങ്ങൾ കൊണ്ടുവരുന്നത് മാധ്യമങ്ങളാണ്. പക്ഷെ അന്ന് തുടർച്ചയായിട്ടുള്ള അത്തരം വാർത്തകൾ അല്ലെങ്കിൽ അത്തരം ബ്രേക്കിങ്സ് നടത്തിയത് രമേശ് ചെന്നിത്തലയാണ്. ഇപ്പൊ ഇത്രയും വലിയ ഒരു സംഭവം പുറത്തേക്ക് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ഇത്രയും ഗുരുതരമായ ഒരു ആരോപണം, ഞാൻ നേരത്തെ വിശേഷിപ്പിച്ച അഭൂതപൂർവ്വം എന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിലുള്ള ഒരു ആരോപണമായിട്ട് രംഗത്ത് വന്നിരിക്കുന്ന ഒരു ഭരണകക്ഷി MLA ആണ്. നമ്മുടെ മാധ്യമങ്ങൾക്ക് ഈ ഒളിച്ചു വെക്കുന്നതും മറച്ചു വെക്കുന്നതും, യഥാർത്ഥത്തിൽ വാർത്ത എന്ന് പറഞ്ഞാൽ തന്നെ അത് മറച്ചു വെക്കാൻ ആഗ്രഹിക്കുന്നതെന്തോ, അറിയരുതെന്ന്, മറ്റുള്ളവർ അറിയരുത്, സമൂഹം അറിയരുതെന്ന് തൽപര കക്ഷികൾ ആഗ്രഹിക്കുന്നത് എന്തോ അതാണ് വാർത്ത എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ സംഭവിക്കുന്നത് എന്താ? മാധ്യമങ്ങളിലൂടെ അല്ല, മാധ്യമങ്ങൾ പുറത്തു വരുന്ന ചില വിവാദങ്ങൾക്ക് പിന്നാലെ ദിവസങ്ങളോളം അത് ചർച്ചയാക്കിക്കൊണ്ട് പോകുമ്പോൾ മറുവശത്ത് ഇത്തരം കാര്യങ്ങൾ പറയാൻ വേറെ ആളുകൾ വേണ്ടി വരുന്നു എന്നുള്ളത് മാധ്യമ പ്രവർത്തകർ തീർച്ചയായിട്ടും ഒരു ആത്മപരിശോധന നടത്തേണ്ടതാണ്. എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഇത്തരം ബ്രേക്കിങ്സ് പറ്റുന്നില്ല? ഞങ്ങൾ ചിലതിന്റെ പിന്നാലെ മാത്രമല്ല ഇതൊരു ക്രിയാത്മകമായി MLA അടക്കമുള്ളവർ ഈ വിഷയം ഉന്നയിക്കുന്നു. അത് ആരോപണമാണ്. അന്വേഷിച്ചതിന് ശേഷം മാത്രമേ ഇതേ സംബന്ധിച്ച് കൃത്യമായൊരു നിലപാട് പ്രഖ്യാപിക്കാനാവൂ. അങ്ങനെ പക്വതയോടുകൂടി മാത്രമേ ഒരു ആധുനിക ജനാധിപത്യ കാലത്തെ ഉത്തരവാദിത്വമുള്ള പൗരന് പറയാനാകൂ. ആ അർത്ഥത്തിൽ തന്നെയാണ് ഞാനും അത് പറയുന്നത്. പക്ഷെ എങ്കിൽ പോലും അത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ അത് പോലീസിനെ വരുതിക്ക് നിർത്താനാകാത്തത് കൊണ്ട് ഭരണപക്ഷ MLAയുടെ ചൊരുക്കാണ്, അല്ലെങ്കിൽ ഭരണപക്ഷ MLAയുടെ എന്താണ് ഹുങ്കാണ് എന്നൊക്കെയാണ് ആദ്യം മാധ്യമങ്ങൾ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് അതും നാം ചർച്ചയുടെ മേശപ്പുറത്ത് വെക്കണം. തീർച്ചയായിട്ടും അജിം ഷാ, ഞാൻ അതിനോട് യോജിക്കുന്നു. അതായത് അവിടെ ഒരു പ്രശ്നമുള്ളത്, അതായത് PV അൻവർ എന്ന് പറയുന്ന സ്വതന്ത്ര MLA, അതായത് CPM പിന്തുണയോടെ CPM സഹയാത്രികനായി മത്സരിച്ച് ജയിച്ച, നിലമ്പൂരിൽ മത്സരിച്ച് ജയിച്ച അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡിനെ കുറിച്ച് കുറെ കാലങ്ങളായിട്ട് നമ്മൾ കാണുന്നത്, അദ്ദേഹത്തിന്റെ ഭൂമി ഇടപാടുകളെ കുറിച്ച്, അദ്ദേഹത്തിന്റെ ചെക്ക് ഡാം നിർമ്മാണത്തെ കുറിച്ച്, അദ്ദേഹം നടത്തുന്ന പല ഇടപാടുകളും സംശയത്തിന്റെ നിഴലിലായിരുന്നു. അദ്ദേഹത്തിനെതിരെ പരിശോധനകൾ നടക്കുന്നു, അദ്ദേഹം പരിധിയിൽ കവിഞ്ഞ ഭൂമി കൈവശം വെക്കുന്നു, നിയമവിരുദ്ധമായിട്ട് ചെക്ക് ഡാം നിർമ്മിക്കുന്നു, അതേക്കുറിച്ച് അന്വേഷണം നടത്തുന്നു, ഒടുവിൽ കളക്ടർ ഇടപെടുന്നു, തഹസിൽദാർ ഇടപെടുന്നു, ആ ചെക്ക് ഡാം പൊളിച്ചു കളയാൻ പറയുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ പേരിൽ സംഭവിക്കുന്നു. അദ്ദേഹത്തിന്റെ വിദേശ യാത്രകളെ കുറിച്ച് ഒക്കെ ആരോപണങ്ങൾ അല്ലെങ്കിൽ സംശയത്തിന്റെ പുകമറ ഉയർന്നിരുന്നു. ആ പുകമറയ്ക്ക് പിന്നിൽ മാധ്യമങ്ങളായിരുന്നു പൊടിപ്പാറ സാർ. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ, അദ്ദേഹം നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ വലിയൊരു ആരോപണം ഉന്നയിച്ചു. അതായത് അദ്ദേഹത്തിന് വേണ്ടി, അതായത് കേരളിനെ അട്ടിമറിക്കാൻ വേണ്ടി, നേരത്തെ എന്റെ സുഹൃത്ത് പറഞ്ഞ കാര്യമാണത്, കേരളിനെ അട്ടിമറിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് കർണാടകയിൽ നിന്ന് 3 കണ്ടെയ്നർ നിറയെ പലപ്പോഴായിട്ട് പണം വന്നു. ആ പണം ചാവക്കാട് കടപ്പുറത്തിറക്കി. എന്നിട്ട് ആ പണം വാങ്ങാനായിട്ട്, അല്ലെങ്കിൽ ആ പണവുമായിട്ട് അദ്ദേഹം കർണാടകയിലേക്ക് പോയി. ഇങ്ങനെ നിയമസഭയിൽ വലിയ 150 കോടിയുടെയോ മറ്റേ വലിയൊരു അഴിമതി ആരോപണം ഉന്നയിച്ചു. ആ അഴിമതി ആരോപണത്തിൽ കഴമ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് നിയമസഭയിൽ ബഹളം ഉണ്ടായി, അന്ന് ചർച്ചയുണ്ടായി. ഇതൊക്കെയാണെങ്കിലും അതിൽ കഴമ്പില്ല, അതായത് വിജിലൻസ് അന്വേഷിക്കാൻ പോകുന്ന ആ പ്രഥമ ദൃഷ്ടിയെ പോലും അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനുള്ള ഒരു എവിഡൻസും ഇല്ല എന്ന് പറഞ്ഞ് അത് തള്ളിക്കളഞ്ഞത് എന്റെ പ്രിയപ്പെട്ട റെജി ലൂക്കോസ് ആലോചിക്കണം. അത് UDFന്റെ പോലീസോ അല്ലെങ്കിൽ UDFന്റെ ഭരണമോ അല്ല. ഇപ്പൊ ഭരിക്കുന്നത് ആരാണ്? ആഭ്യന്തര വകുപ്പ് കൈയാളുന്നത് ആരാണ്? അതിന്റെ തലപ്പത്തിരിക്കുന്ന ഉദ്യോഗസ്ഥൻ തന്നെയാണ് അതിൽ കഴമ്പില്ല എന്ന് റിപ്പോർട്ട് കൊടുത്തത്. അതിനെ ആരെയാണ് പഴിക്കേണ്ടത്? അപ്പൊ സ്വാഭാവികമായിട്ടും PV അൻവർ അതിലൊക്കെ ഖിന്നനായിരിക്കാം, അതിലൊക്കെ അദ്ദേഹത്തിന് മാനസിക വിഷമം ഉണ്ടാകാം. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് അദ്ദേഹത്തിന് പഴയ പോലെ പല കാര്യങ്ങളിലും അദ്ദേഹത്തിന് അനുകൂലമായ കാര്യങ്ങൾ ഉണ്ടാവുന്നില്ല അതിലുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു ഫ്രസ്ട്രേഷൻ ആകാം ഈ കടുത്ത ആരോപണങ്ങളുമായിട്ട് സർക്കാരിനെ വിഷമവൃത്തത്തിലാക്കുന്ന രീതിയിലുള്ള, ആഭ്യന്തര വകുപ്പിനെ തന്നെ വിഷമവൃത്തത്തിലാക്കുന്ന ഒരു പരിധിവരെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തരായ 2 പേരെ, P ശശി എന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയും അതുപോലെ തന്നെ സർവാധികാരങ്ങളും കൈയാളുന്ന ADGP എന്ന് പറയുന്ന MR അജിത് കുമാറിനെയും പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിലുള്ള വെളിപ്പെടുത്തലുകളുമായി അദ്ദേഹം രംഗത്ത് വരുന്നത് എന്നൊരു തോന്നൽ
മാധ്യമങ്ങൾക്കുണ്ടായാൽ, ചെറിയ സംശയങ്ങൾ അവർക്കുണ്ടായാൽ എങ്ങനെയാണ് കുറ്റപ്പെടുത്താൻ കഴിയുക? ഒടുവിൽ അതിനിത്തിരി കാമ്പുണ്ട്, കഴമ്പുണ്ട് എന്ന് വന്നപ്പോ അതിനെ വളരെ ഗൗരവമായി തന്നെ മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും മുഖ്യധാരാ മാധ്യമങ്ങൾ അത് വളരെ മണിക്കൂറുകളോളം, ദിവസം മുഴുവനും ചർച്ച ചെയ്യുന്ന, ഇന്ന് ഈ കാണുന്ന ഒരു പരിണതിയിലേക്ക് അതിനെ എത്തിക്കുന്ന പക്ഷേ അതിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. കാരണം ആദ്യം ഇത് അൻവർ ഉന്നയിക്കുമ്പോൾ, PV അൻവർ ഉന്നയിക്കുന്ന ഘട്ടത്തിൽ ഇത് അൻവറിന് പോലീസിനെ വശംവദമാക്കാനാകാത്തത് കൊണ്ടാണ് അൻവറിനെ ഏതോ പ്രതി ചേർത്ത് എന്നുള്ള രീതിയിലാണ് മാധ്യമ വിചാരണകൾ നടത്തിയത്. അത് ഞാൻ താങ്കളുടെ ശ്രദ്ധയിൽ അംഗീകരിക്കുന്നു. ശ്രീ ജേക്കബ് ജോർജ്, A. സജീവൻ എന്നിവർ കൂടി നമ്മുടെ ചർച്ചയിലേക്ക് ഭാഗമാക്കുകയാണ്, അല്ലെങ്കിൽ പങ്കുവരികയാണ്. തീർച്ചയായും ശ്രീ ജേക്കബ് ജോർജ്, നോക്കൂ, ഞാൻ നേരത്തെ 1975-77 കാലഘട്ടത്തിലെ കൂത്തുപറമ്പിലെ ഒരു MLA-ക്ക് നേരിടേണ്ടി വന്ന പോലീസിന്റെ ക്രൂരമായ മർദ്ദനം അതേ സംബന്ധിച്ച് പറഞ്ഞു. ആ MLA ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയാണ്, അദ്ദേഹത്തിൻ്റെ പേര് പിണറായി വിജയൻ എന്നാണ്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്താണ് ഈ രീതിയിലുള്ള കാര്യങ്ങൾ, ഏതെങ്കിലും ഒരു ആരോപണം ഉയരുമ്പോൾ തന്നെ അന്വേഷണം പ്രഖ്യാപിക്കാനുള്ള ആർജവം അവിടെ കാട്ടുന്നത്. നോക്കൂ, നിക്കറിട്ട ആ പോലീസിൽ നിന്ന് സ്വന്തം ജീപ്പ് കത്തിച്ച, ഞാനത് മറന്നുപോയതാണ്, ഞാൻ താങ്കളുടെ ശ്രദ്ധയിലേക്ക് അതുകൂടി ഓർമ്മപ്പെടുന്നു. സ്വന്തം ജീപ്പ്, പോലീസുകാരുടെ ജീപ്പ് കത്തിച്ച അതിഥി തൊഴിലാളികളെ ഫ്രാൻസിലെ പോലീസ് കൈകാര്യം ചെയ്യുന്നത് പോലെയാണ് പരിഷ്കൃതമായി നമ്മുടെ പോലീസ് കൈകാര്യം ചെയ്തത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കൾമിനേഷൻ പോലീസിൽ സംഭവിച്ചു. പക്ഷെ പുഴുക്കുത്തുകളുണ്ട്, അത് സ്വാഭാവികമാണ്. അതിനെ തിരഞ്ഞു പിടിച്ച് കണ്ടുപിടിച്ച് പുറത്താക്കുക എന്നതാണല്ലോ ജനാധിപത്യ പ്രക്രിയ. അതല്ലേ ഇപ്പോഴത്തെ സർക്കാർ ചെയ്യുന്നത്? അങ്ങനെ ഒരു വിശാലമായ കാഴ്ചപ്പാടിലല്ലേ ഇത് കാണേണ്ടത് എന്നതാണ് എൻ്റെ സംശയം, ശ്രീ ജേക്കബ് ജോർജ്. അതാണ് ഞാൻ പൊടിപ്പാറയോടും റജി ലൂക്കോസിനോടും ഒക്കെ ആരാഞ്ഞതും. അജിംഷാദ് പറഞ്ഞ അടിയന്തരാവസ്ഥയ്ക്ക് അക്കാലത്തെ 75-77 കാലഘട്ടത്തിൽ പിണറായി വിജയൻ നേരിട്ട പീഡനം കണ്ണൂരിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് പോലീസുകാർ പിടിച്ചുകൊണ്ടുപോയി. അദ്ദേഹം തന്നെ എന്നോട് കുറേ വർഷം മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെയൊക്കെ മേലെ പെരുക്കും ആ പീഡനത്തിൻ്റെ കഥ കേട്ടാൽ. അദ്ദേഹം നിന്നുകൊണ്ടാണ്, അദ്ദേഹത്തെ നിർത്തിയിരിക്കുകയാണ്. ഇടിയാണ്, 3 പേര് ഭയങ്കര വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള, ഇടിക്കാൻ തന്നെ പരിശീലനം കിട്ടിയ ഭീകരന്മാരായ പോലീസുകാരാണ്. മാറി മാറി ഓരോരുത്തരും തളരുന്നത് വരെ അദ്ദേഹത്തെ ഇടിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം വീണില്ല കേട്ടോ. പിണറായി വിജയൻ എന്ന് പറയുന്ന CPM നേതാവ് വീണില്ല. അവസാനം വീഴുന്നിടം വരെ, നിലത്ത് വീഴുന്നിടം വരെ ഇടിച്ച് ഉപദ്രവിച്ചു ഭയങ്കരമായിട്ട്. ആ ആളുടെ മുമ്പിൽ ഇന്ന് കേരള പോലീസ് സല്യൂട്ട് ചെയ്ത് നിൽക്കുകയാണ്. അത് കേരള രാഷ്ട്രീയത്തിലെ അതിമനോഹരമായ നിമിഷങ്ങൾ. 10 വർഷം, ഇപ്പോൾ 8 വർഷമാവുന്നു. പക്ഷേ ഇതത്ര നിസ്സാരമായിട്ട് നമുക്ക് തള്ളാൻ പറ്റത്തില്ല. പിണറായി വിജയനെപ്പോലെ ഒരാൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ഇരിക്കുമ്പോൾ, നേരത്തെ പൊടിപ്പാറ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അങ്ങനെ പ്രിയപ്പെട്ട പോലീസുകാർ ആരെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ പോലീസുകാരെ, കേരളത്തിലെ ചെറുതും വലുതുമായ എല്ലാ പോലീസുകാരെയും ഉദ്യോഗസ്ഥരെയും അദ്ദേഹം ഒരേ ഡിസ്റ്റൻസിലാണ് നിർത്തിയിരിക്കുന്നതെന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത്. നമുക്കറിയാം, K. കരുണാകരന് വത്സലന്മാരായ ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു കൂട്ടിന്. അത് വലിയ ആരോപണമാവുകയും ചെയ്തു. പക്ഷേ പിണറായി വിജയൻ അങ്ങനെ ഒന്നുമില്ല. പക്ഷെ ശശിയോട് പിണറായി വിജയൻ, ശശി കണ്ണൂർ രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ അല്പം താണ് കിടന്നപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അദ്ദേഹത്തെ അവിടുന്ന് കൊണ്ടുവന്ന് ഇവിടെ പ്രധാനപ്പെട്ട സ്ഥാനത്തിരുത്തിയത്, പൊളിറ്റിക്കൽ സെക്രട്ടറി. എനിക്കും ശശിയെക്കുറിച്ച് എനിക്ക് വിശ്വാസമാണ് വളരെ. കാരണം പിണറായി വിജയനാണ് മുഖ്യമന്ത്രി, കരുത്തനായ നേതാവാണ് പിണറായി, ഇതൊക്കെ അറിയാവുന്നയാളാണ് ശശി. പക്ഷേ ഇദ്ദേഹത്തെ, ഈ MR അജിത് കുമാറിനെ വളരെ നിർണായകമായ ആ സ്ഥാനത്തിരുത്തുന്നതിൽ എവിടെയോ പാളിച്ച പറ്റിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഞാൻ ചില മുൻ ഉദ്യോഗസ്ഥന്മാരോട്, എനിക്ക് പരിചയമുള്ള അടുപ്പമുള്ള ചില മുൻ DGPമാരോടൊക്കെ ചോദിച്ചു MR അജിത് കുമാറിനെ കുറിച്ച്. അജിംഷാദെ, അദ്ദേഹം ഒരു ബ്രില്യൻ്റ് ഉദ്യോഗസ്ഥനെ അല്ല എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ഒരു വിവരം. എന്ന് വെച്ചാൽ സാധാരണ ഉദ്യോഗസ്ഥന്മാർ, നമ്മൾ ജയറാം പിടിക്കൽ, ഈ അദ്ദേഹത്തിൻ്റെ മർദ്ദനമുറകൾക്കപ്പുറത്തേക്ക് അദ്ദേഹം ഒരു ബ്രില്യൻറ്റ് പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു, IPS-കാരനായിരുന്നു കുറ്റാന്വേഷണത്തിൻ്റെ കാര്യത്തിലെ DGP എന്ന നിലയ്ക്ക്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചെയ്തികളിൽ കുടുങ്ങിപ്പോയി. അതേപോലെ കുറേ നമ്മുടെ സിബി മാത്യൂസ് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ കുറ്റാന്വേഷണത്തിൻ്റെ കാര്യത്തിൽ. പക്ഷേ അദ്ദേഹം ISRO ചാരക്കേസിൽ കുരുങ്ങിപ്പോയി. ചിലപ്പം ഈ അതിബുദ്ധി കൊണ്ടായിരിക്കാം. ഇവിടെ അങ്ങനത്തെ ഒരു ബുദ്ധിമാനോ ഒരു മികവ് തെളിയിച്ചവനോ മികവുള്ളവനോ ആയിരുന്നില്ല MR അജിത് കുമാർ.
അദ്ദേഹം എങ്ങനെയോ ഒരു ആ സെലക്ഷൻ ലെവലിലേക്ക് വന്നപ്പോഴത്തേക്ക് ശ്രദ്ധയിൽപ്പെട്ട് കാണും. അദ്ദേഹം ആ സ്ഥാനത്ത് കയറി. ആ സ്ഥാനത്തിരുന്നു കൊണ്ട് അദ്ദേഹത്തിൻ്റെ മറ്റ് കഴിവുകൾ ഉപയോഗിച്ച് അദ്ദേഹം ആ സ്ഥാനത്തിൻ്റെ ഒരു വലിപ്പം കൂട്ടി, അധികാരം കൂടുതൽ ഉപയോഗിച്ചു. അദ്ദേഹത്തിൻ്റെതായ ഒരു കോക്കസ് പോലീസിലുണ്ടാക്കി. ഇതൊക്കെയാണ് അൻവറിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്നും മാത്രം സത്യമുണ്ടത് എത്ര കണ്ട് ശരിയാണ് എന്നുള്ളത് എനിക്ക് അൻവറിനെ വളരെ വിശ്വാസമാണ്. വളരെ ശക്തമായിട്ട് തന്നെ അദ്ദേഹം അന്വേഷിച്ചിട്ടുണ്ട്. അതിഗംഭീരമായ ആഴത്തിലിറങ്ങിയ ഒരു പഠനം തന്നെ അദ്ദേഹം നടത്തി. നമ്മൾ മാധ്യമപ്രവർത്തകരൊക്കെ ചെയ്യേണ്ട കാര്യമാണ്. അൻവർ എന്ന സാധാരണക്കാരൻ ഒരു MLA ഇന്ന് കാണിച്ചു വെച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം ആ കാര്യത്തിൽ അഭിനന്ദനം അർഹിക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ വ്യാപ്തി എത്രത്തോളമുണ്ട്, വിശദമായ ഒരു അന്വേഷണം നടത്തേണ്ടത് ആവശ്യമാണ്. അത് നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് ഒരു വിശദമായ ശക്തമായ ഒരു പഴുതുമില്ലാത്ത അന്വേഷണം, അതിലൂടെ കുറ്റവാളികൾ ആരൊക്കെയുണ്ടോ, ഈ MR അജിത് കുമാറിനും മറ്റേ പത്തനംതിട്ട SP-ക്കും ഒക്കെ കൂട്ടുനിന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെറുതും വലുതുമായി എല്ലാവരെയും വലയിൽ വീഴ്ത്തത്തക്കവണ്ണം വളരെ വിശദമായ ഒരന്വേഷണം ഉണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ കണക്കുകൂട്ടൽ. അജിംഷാദെ, തീർച്ചയായും ശ്രീ A. സജീവൻ, ഈ പുതിയ സംഭവവികാസങ്ങളെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്, നിരീക്ഷിക്കുന്നത്? അജിംഷാദെ, ഇതില് അൻവറിന്റെ വെളിപ്പെടുത്തൽ, അതുമായി ബന്ധപ്പെട്ട് CPM സംസ്ഥാന സെക്രട്ടറിയും അടുത്ത് പറഞ്ഞുള്ള പ്രതികരണം, സർക്കാരിന്റെ ഭാഗത്തുണ്ടായ നടപടികൾ, ഇതിന്റെയൊക്കെ വ്യത്യസ്തത മനസ്സിലാക്കണമെങ്കിൽ വേറെ ഒരു വെളിപ്പെടുത്തലിനെ കുറിച്ച് കൂടി പറയേണ്ടതുണ്ട്. കോൺഗ്രസിലെ ഒരു നേതാവായിരുന്ന AICC അംഗമായിരുന്ന സിമി റോസ്ബെൽ ജോൺ അവർ കഴിഞ്ഞ ദിവസം ഒരു വെളിപ്പെടുത്തൽ നടത്തി. കേരളത്തിലെ പാർട്ടിക്കകത്ത് നടക്കുന്ന ഈ ശക്തി കേന്ദ്രങ്ങളുടെ ചില കളികള്, അത് നടക്കുന്ന അവർ തന്നെ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ, കാരണം പല ആളുകളുടെയും മാത്രമേ അതെ ഞാൻ അങ്ങോട്ട് അത്ര ഇതായിട്ട് പോവാതിരുന്ന അത്രയും ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? അത് ഉന്നയിച്ച് തീരുന്നതിന് മുമ്പേ തന്നെ സിമി റോസ്ബെൽ ജോണിനെ പാർട്ടിയിൽ നിന്ന് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും പുറത്താക്കി. മിണ്ടാതിരുന്നോന്ന് പറഞ്ഞു. ഇനി പറയുന്ന ജനം കോൺഗ്രസുകാർ വിശ്വസിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് CPM ആയിട്ട് ചേർന്നിട്ടുള്ള ഒരു ഒത്തുകളിയാണ് എന്നുള്ള ആരോപണം ഉന്നയിച്ചു. അവരതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. തെളിയിച്ചു കഴിഞ്ഞാൽ എന്റെ തലമുണ്ടനം ചെയ്ത് KPCCക്ക് കൊടുക്കാം എന്നൊക്കെ അവർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർ അത്രയും അതിൽ ഉറച്ചു നിൽക്കുന്ന ഒരാളാണ്. അവിടെ നടപടി ഒരു ആരോപണം ഉന്നയിക്കുന്നു. നമ്മളിപ്പോ സിനിമാ രംഗത്തുള്ള ആരോപണത്തെ കുറിച്ച് പറയുമ്പോൾ അന്വേഷിക്കണമെന്ന് പറയുന്നുണ്ടല്ലോ, അന്വേഷിച്ചില്ലെങ്കിൽ സർക്കാരിനെതിരെ കുറ്റപ്രയോഗം പറയുന്നുണ്ടല്ലോ. അതേപോലെ അന്വേഷിക്കേണ്ട കാര്യങ്ങളാണല്ലോ. സിമി റോസ്ബെൽ ജോൺ പറഞ്ഞിട്ടുള്ളത് കളവാണോ സത്യമാണോ എന്ന് മനസ്സിലാക്കുകയും വേണ്ടേ? എന്നിട്ട് കളവാണെങ്കിൽ അവർക്ക് ശക്തമായ നടപടിയെടുക്കാം. അതാണോ സംഭവിച്ചത്? ഇവിടെ നോക്കൂ, PV അൻവർ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഞാനും ജേക്കബ് ജോർജും പൊടിപ്പാറയ്ക്ക് ഉൾപ്പെടെയുള്ള കുറെ ഞങ്ങളുടെ താഴെയുള്ള കുറെ ആളുകളൊക്കെ ഉണ്ടല്ലോ മാധ്യമപ്രവർത്തകരായിട്ട്, ആർക്കും കിട്ടാത്ത കാര്യങ്ങളുടെ കുറെ ശക്തമായ വെളിപ്പെടുത്തലാണ്. ഒന്ന്, കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് നടക്കുന്ന ഈ പോലീസ് പിടികൂടുന്ന സ്വർണത്തിനെ കുറിച്ച് നമ്മളൊക്കെ അനുഭവപ്പെട്ട, കാരണം സുജിത്ദാസോടെ SP ആയി വന്ന സമയത്ത് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ പിന്നെ കള്ളക്കളികളാണ് ഒന്ന് അൻവർ വെളിപ്പെടുത്തിയിട്ടുള്ളത്. SP ഓഫീസിനകത്ത് മരം മുറിച്ച കാര്യം അവിടുത്തെ മാധ്യമപ്രവർത്തകരും കണ്ടില്ല. കവടിയാർ കൊട്ടാരത്തിനോട് ചേർന്നിട്ട് അതിനേക്കാൾ വലിയൊരു കൊട്ടാരം നിർമ്മിക്കുന്ന ഒരു ADGPയുടെ കാര്യം അവിടുത്തെ തിരുവനന്തപുരത്തെ മാധ്യമപ്രവർത്തകർ അറിഞ്ഞില്ല. ഇതൊക്കെ അറിഞ്ഞില്ലെന്ന് മാത്രമല്ല, ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഒരു ജനപ്രതിനിധി ഉന്നയിക്കുമ്പോൾ അദ്ദേഹത്തെ പ്രതിയാക്കാനാണ് ആദ്യം മുഖ്യധാരാ മാധ്യമങ്ങൾ ശ്രമിച്ചത്. ആവർത്തിച്ച് പറയേണ്ടതുണ്ട്. ഇപ്പോഴാണ് സംഭവഗതികൾ മാറുന്നത്. പക്ഷെ സർക്കാരും ഭരണകൂടവും അതല്ല ചെയ്തത്. അവിടെയാണ് ഞാൻ കാണുന്ന ഒരു മാതൃക. അവിടേക്കാണ് ഞാൻ വരുന്നത്. കാരണം ഈ സമയത്ത് അൻവർ എന്തോ ഒരു ദുഷിച്ച പൊടിപ്പാറ പോലും ആ രീതിയിൽ അല്ലെങ്കിൽ പോലും പറഞ്ഞു അദ്ദേഹത്തിന് പഴയ പോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, അതുകൊണ്ടുള്ളൊരു കൊതിക്കറിവായിരിക്കാം എന്നൊക്കെ രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. ഇവിടെ നോക്കൂ, ഈ ഒരു കാര്യം കൊണ്ടുവന്നപ്പം CPM സംസ്ഥാന സെക്രട്ടറി ഇതേപോലെ KPCC പ്രസിഡന്റ് ചെയ്ത അതേ കാര്യമാണോ ചെയ്തിട്ടുള്ളത്? ഇപ്പൊ പിടിച്ച് പുറത്താക്കാണ്. അൻവർ പാർട്ടിക്കാരനില്ലെങ്കിൽ പോലും അദ്ദേഹം തള്ളി പറഞ്ഞില്ലല്ലോ. ഇനി സർക്കാർ മുഖ്യമന്ത്രി എന്താണ് ചെയ്തത്? അവിടെയൊക്കെ നമ്മൾ ഈ CPM സംസ്ഥാന സെക്രട്ടറിയെയും അൻവറിനെയും മുഖ്യമന്ത്രിയൊക്കെ നമ്മൾ അംഗീകരിച്ചു പോവുക, അവരോട് നമുക്ക് ബഹുമാനം തോന്നി പോകുന്നതാണ്. നടപടിയിലേക്ക് വന്നു. സുജിത്ദാസ് ഇപ്പം സസ്പെൻഷനിലാണല്ലോ. അജിത് കുമാറിനെതിരെ നടപടി വരുന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. ബാക്കിയുള്ള കാര്യങ്ങളും വരും. മുഖ്യമന്ത്രി പരസ്യമായിട്ട് പറഞ്ഞു. എനിക്ക് വളരെ സന്തോഷം തോന്നിയ കാര്യമാണ്. ഇങ്ങനത്തെ സംഭവം വന്നപ്പോ
വെറുതെ അത് പക്ഷേ ശ്രീ ജേക്കബ് ജോർജ് പൊടിപ്പാറ ഉന്നയിക്കുന്ന ചില കാര്യങ്ങളിൽ അദ്ദേഹം പറയുന്നത് ശരിയാണ്, അതിനോട് ക്രിയാത്മകമായി സർക്കാർ പ്രതികരിച്ചു, അത് നല്ലതാണ്, ശ്ലാഘനീയമായ നടപടിയാണ്. പക്ഷേ എന്തുകൊണ്ട് MLA ഇത് പറയുന്നത് വരെ ഇത്ര അടുത്ത വൃത്തങ്ങളിൽ ഈ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞില്ല എന്നത് പരാജയമല്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതിന് മറുപടി ഉണ്ടോ? പരാജയമായിട്ട് കാണുന്നവരാണ് യഥാർത്ഥത്തിൽ മികവുള്ള നേതാക്കൾ എന്നാണ് എൻ്റെ പക്ഷം. അജിംഷാദെ, പരാജയമായിട്ട് കാണും. മുഖ്യമന്ത്രി പെട്ടെന്ന് ഒട്ടും വൈകാതെ, ആരോടും ആലോചിക്കാതെ, ഒട്ടും അമാന്തിച്ച് നിൽക്കാതെ, ഇതെന്താണെന്ന് നോക്കുക പോലും ചെയ്യാതെ, എന്താണ് അൻവർ, നിങ്ങളൊരു MLA അല്ലെ, അൻവർ ഒരു MLA ആണ്, നിയമസഭയിൽ ഒന്നിച്ചിരിക്കുന്നവരാണ്, അൻവർ ഇതെന്താണ്, സത്യാവസ്ഥ ഉണ്ടോ എന്ന് സംശയം പോലും ചോദിക്കാതെ മുഖ്യമന്ത്രി അന്വേഷണത്തിൽ ഇറങ്ങിത്തിരിച്ചില്ലേ? അതിന്റെ ഗൗരവം ഉൾക്കൊണ്ടില്ലേ? അതിന്റെ അർത്ഥം അദ്ദേഹം അതിനകത്തൊരു വീഴ്ച കണ്ടിട്ടുണ്ട്, വീഴ്ച മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും ഒരു ആശങ്കയോ സന്ദേഹമോ ഈ കാര്യത്തിൽ ഉണ്ട് എന്ന് അദ്ദേഹത്തിന്റെ ചെയ്തികളിൽ നിന്ന് വ്യക്തമല്ല. അതാണ് ശ്രീ എ സജീവൻ, അങ്ങനെ അതാണ് ജനാധിപത്യത്തിന്റെ ഒരു കൃത്യമായ ആംബിയൻസ് എന്ന് പറയുന്നത്. അത് എന്താണോ വരുന്നത്, വീഴ്ച ഉണ്ടായെങ്കിൽ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ അതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കും. താങ്കൾ അത് കമ്പയർ ചെയ്തു. കോൺഗ്രസിനുള്ളിലെ തന്നെ ഒരു പാർട്ടിയിൽ ഒരു വനിത പറഞ്ഞിട്ട് അതിനോട് ക്രിയാത്മകമായി പെരുമാറാനായില്ല പ്രതിപക്ഷ നേതാവിന് പോലും. ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഭരണകൂടത്തിൽ ഇത്തരത്തിലൊരു പ്രശ്നമുണ്ട് എന്നറിയുമ്പോൾ ഉടൻ തന്നെ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് തലവൻ എന്ന നിലയിൽ മുഖ്യമന്ത്രി പെട്ടെന്ന് തന്നെ നടപടിയെടുക്കുകയാണ്, അന്വേഷണം പ്രഖ്യാപിക്കുകയാണ്. ഏതുന്നതനായാലും ഇങ്ങനെയുള്ള പോക്കുമായി മുന്നോട്ട് പോകാനാകില്ല എന്ന പ്രഖ്യാപനം കേവലം വാക്കുകളല്ല, അത് പ്രവൃത്തിയിലുള്ളതാണ്. പറഞ്ഞതേ പ്രവർത്തിക്കൂ, പ്രവർത്തിക്കുന്നതേ പറയൂ എന്നത് അന്വർത്ഥമാക്കുകയാണ്, എന്നത് അക്ഷരാർത്ഥത്തിൽ പാലിക്കുകയാണ്. ആ അർത്ഥത്തിൽ അതിനെ ശ്ലാഘിക്കേണ്ടതാണ്. അതിനോട് പൊടിപ്പാറയും വിയോജിച്ചില്ല. തീർച്ചയായും അജിംഷാദിൽ പ്രത്യേകത കൂടി ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. ഇതില് മുഖ്യമന്ത്രി ഇത് ഇങ്ങനെ അൻവർ ഉന്നയിച്ച സമയത്ത് തന്നെ പെട്ടെന്ന് അന്വേഷണം പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ ഭരണപരമായി ചെയ്യേണ്ട ഒരു പ്രഥമ കർത്തവ്യം കൂടി ഇത് നടപ്പാക്കിയിട്ടുണ്ട്. അത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല. അദ്ദേഹം ഈ പ്രശ്നം വന്നപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിയോട് DGPയോട് റിപ്പോർട്ട് ആവശ്യപ്പെടുന്നു. അത് DGPയുടെ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം, കാരണം ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്നുള്ള ഒരു ക്രോസ് വെരിഫിക്കേഷൻ നടത്തണമല്ലോ. അങ്ങനെ നടത്തിയിട്ടാണ് അദ്ദേഹം പിന്നീട് സംശയിക്കാനുള്ള അൻവറിനെ വിശ്വസിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് അൻവർ കാണിച്ച കളവ് പറയാം. അൻവർ പറയുന്നത് പക്ഷേ രാഷ്ട്രീയ പൊടിപ്പാട് നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രീയ കെറിവിന്റെ ഭാഗമാകാം. അതിന് ഉടൻ തന്നെ ചാടിപ്പുറപ്പെട്ട നമ്മൾ പക്ഷേ മുഖ്യമന്ത്രി തന്റെ പക്ഷത്തുള്ള ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി ചെയ്തു എന്ന് പറയും. ഇവിടെ നോക്കൂ, അത് കിട്ടിയ ഉടൻ തന്നെ അദ്ദേഹം ചെയ്തത് DGPയോട്, സംസ്ഥാന പോലീസ് മേധാവിയോട് ഇതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് തരണമെന്ന് ആവശ്യപ്പെടുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കാര്യമായിരുന്നു ആ നടപടിക്ക് ശേഷം മുഖ്യമന്ത്രി റിപ്പോർട്ട് കിട്ടിയ ഉടൻ തന്നെ പിന്നീട് ആലോചിക്കാനില്ല, പിന്നീട് മറ്റാരോടും ആലോചിക്കണ്ട. കാരണം പോലീസ് മേധാവിയിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട് ഇതൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് എന്ന് തന്നെ ആയിരിക്കാം. അതുകൊണ്ടാണല്ലോ നടപടിയിലേക്ക് പോയത്. അതുകൊണ്ടാണല്ലോ സുജിദാസ് ഇപ്പൊ സസ്പെൻഷനിലായിട്ടുള്ളത്. ഇപ്പൊ അത് വളരെ നമ്മൾ പറഞ്ഞു പ്രതിപക്ഷമൊക്കെ രാവിലെ എണീറ്റ് മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഈ കാര്യങ്ങൾ ഓരോന്നും അവരും വിശദമായി പരിശോധിക്കണം. ഇങ്ങനെ സംഭവം ഉണ്ടായപ്പോൾ ഞങ്ങളുടെ ഭാഗത്ത് എന്താണ് ചെയ്തത്, ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ആളുകൾ എന്ത് ചെയ്തു, അത് ഉടൻ തന്നെ പാർട്ടിയിൽ നിന്ന് പിരിച്ചുവിട്ടു, പ്രാഥമിക അംഗത്വം ഇല്ലാതാക്കി. അതേപോലെയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അൻവർ എന്ന വേണ്ട, നമുക്കൊരു MLA പോയാലും സുന്ദരമായിട്ട് ഭരിക്കാൻ പറ്റും എന്നാണ് വിചാരിച്ചത്. അല്ല, അദ്ദേഹം പറഞ്ഞത് മുഖവിലേക്ക് എടുക്കുന്നു, പക്ഷെ അത് വെച്ച് നടപടിയിലേക്ക് പോകുന്നില്ല. അത് വളരെ പക്വതയുള്ള നിലപാട് തന്നെയാണ്. അത് മാത്രമല്ല, തീർച്ചയായും ഒരു ഭരണ സംവിധാനങ്ങൾ അങ്ങനെയാണ് ജനാധിപത്യപരമായി പ്രവർത്തിക്കേണ്ടതും. അത് ആധുനികതയുടെ ഭാഗമാണ്. ശ്രീ റെജി ലൂക്കോസ്, നാളെ PV അൻവർ MLA മുഖ്യമന്ത്രിയെ കാണുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിൻ്റെ സ്വഭാവത്തിൽ, അല്ലെങ്കിൽ ഒരു ജസ്റ്റിസിൻ്റെ മേൽനോട്ടത്തിൽ ഉന്നതരായ നല്ല IPS ഉദ്യോഗസ്ഥരുണ്ട്, അവരെ വെച്ച് അന്വേഷിക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യവും. അജിംഷാദെ, ആ ആവശ്യത്തിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. നമുക്കറിയാം ഇവിടുത്തെ ജുഡീഷ്യൽ കമ്മീഷന്റെ ഒക്കെ അവസ്ഥ എന്താണെന്നുള്ളത്. അത് ആ ഉദ്യോഗസ്ഥന്മാരെ രക്ഷപ്പെടുത്താനായിട്ടുള്ള, അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ ബോധ്യപ്പെടുത്താനുണ്ട്. അതിന്റെയൊക്കെ ഈ മുൻകാര്യ ചരിത്രങ്ങളെ കുറിച്ച് നമുക്കറിയാം. ഉന്നത ഉദ്യോഗസ്ഥർ തന്നെയാണ് അന്വേഷിക്കേണ്ടത്. കാരണം കേരള പോലീസ് മിടുക്കന്മാരെ ഉദ്യോഗസ്ഥരുണ്ട്. അത് കേരള പോലീസ് 90 അത് തന്നെ പറഞ്ഞു.
അവർ തന്നെ അന്വേഷിക്കേണ്ടത്. അതാകുമ്പോഴത്തേക്ക് സർവീസ് ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരല്ല അന്വേഷിക്കേണ്ടത്. ഇവിടെ PV അൻവറിനെ കുറിച്ച് ഒരു വാക്കുകൂടെ പറയാതെ ഈ ചർച്ച പൂർത്തീകരിക്കുന്നില്ല. PV അൻവർ ഇന്നലെ പത്രസമ്മേളനം നടത്തിയ ശേഷം കേരളത്തിലെ രാഷ്ട്രീയ വിശകലനം നടത്തുന്ന മാധ്യമ പ്രവർത്തകരും അല്ലാത്തവരൊക്കെ മാധ്യമങ്ങൾ PV അൻവറിനെ കുറിച്ച് ഇന്നലെ നടത്തിയ മ്ലേച്ഛകരമായിട്ടുള്ള കമന്റുകൾ എന്താണ്? പലരും പറഞ്ഞു അദ്ദേഹം പ്രിപ്പയർ ചെയ്തിട്ടില്ല, അദ്ദേഹം റെഫർ ചെയ്തിട്ടില്ല, അദ്ദേഹത്തിന്റെ ഭാവനകൾ പറഞ്ഞ പല കാര്യങ്ങളാണെന്ന് പറഞ്ഞു. ഇന്നിപ്പോ മുഖ്യമന്ത്രി നടപടി സ്വീകരിക്കുന്നു പറഞ്ഞതിന് ശേഷം നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം ആർജവത്തോടുകൂടി അത്തരം കാര്യങ്ങൾ വീണ്ടും ആവർത്തിച്ചു. ഞാൻ നേരത്തെ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം ഒരു സ്വതന്ത്ര MLA ആണ് LDFന്റെ. അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളെ കുറിച്ച് സർക്കാർ പഠിക്കാം, ചിന്തിക്കാം, എന്നിട്ട് അതിനകത്ത് എന്തെങ്കിലും കഴപ്പുണ്ടെങ്കിൽ ആവശ്യം നടപടി സ്വീകരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ സർക്കാർ കൈയൊഴുകായിരുന്നു. ഈ മാധ്യമ പ്രവർത്തകർക്ക് ഒന്നും ഒരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ല. കാരണം മുൻകാല അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ ആ കാര്യങ്ങളിൽ ഒത്തിരി ഉണ്ട് കഴിഞ്ഞ സർക്കാരിന്റെ കാര്യത്തിൽ. അതൊന്നും ചെയ്യാതെ കണ്ട് PV അൻവർ പറഞ്ഞതിനകത്ത് വസ്തുതയുണ്ടെന്നും PV അൻവർ നടത്തിയ സ്റ്റഡി നേരത്തെ ജേക്കബ് ജോർജ് സാർ ഞാൻ നേരത്തെ ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം നടത്തിയ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് അദ്ദേഹം നടത്തിയതും അസാധ്യമായ ജേർണലിസ്റ്റ് തന്റെ ജീവൻ അപകടമെന്ന് പറഞ്ഞു. ഇന്ന് PV അൻവർ MLA തനിക്ക് തോക്കിന്റെ ലൈസൻസ് വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുക. അത്രയ്ക്കും ധീരനായ ഒരു ഇടതുപക്ഷ MLA അങ്ങനെ പറഞ്ഞുവെങ്കിൽ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ MLA-മാർക്കിടയിലെ ഈ മുന്നണിക്കിടയിലുള്ള ഒരു ജനാധിപത്യത്തിന് സൗന്ദര്യമാണ്, അഭിപ്രായ സ്വാതന്ത്ര്യം. അതിനെ അംഗീകരിച്ചുകൊണ്ട് അല്ലെ അതിനെ തള്ളിക്കളയാതെ കൊണ്ട് ഒരു മുഖ്യമന്ത്രിയും സംസ്ഥാന സെക്രട്ടറിയും പ്രതികരിച്ചുവെങ്കിൽ കോൺഗ്രസിന് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം ജനാധിപത്യ പാലിക്കപ്പെടുന്ന ഒരു സംവിധാനമാണ് ഇടതുപക്ഷത്തുള്ള വലിയ തെളിവല്ലേ എന്ന് കേരളം കണ്ടത്. അതിനപ്പുറം അതിനകത്ത് എന്തൊരു വിശദീകരണമാണ് വരുന്നത്? ഇവിടുത്തെ നേരത്തെ സിമി റോസ്മലിനെ കുറിച്ച് പറഞ്ഞു. സിമി റോസ്മലിനെ അവര് പുറത്താക്കി. എന്താ പുറത്താക്കാൻ കാരണം അറിയോ? അവര് പുറത്തു കൊണ്ടുവരാൻ പോകുന്ന വെളിപ്പെടുത്തലുകൾ ഇവരെ മാരകമായിട്ട് ബാധിക്കും. അവരുടെ 3 സ്ത്രീകളുടെ അവര് റെക്കോർഡ് ചെയ്ത ഇതുണ്ടെന്നാ പറഞ്ഞത്. അടുത്ത ദിവസങ്ങളിൽ അവർ പലതും പുറത്തു കൊണ്ടുവരുമെന്ന് പറഞ്ഞു. കോൺഗ്രസിലെ പല ബിംബങ്ങളുടെ മുഖം പൊളിഞ്ഞു തകർന്ന രീതിയിലുള്ള വെളിപ്പെടുത്തൽ അവർ കൊണ്ടുവരും. അതുകൊണ്ട് അവരെ പുറത്താക്കി കിടന്നത്. എന്ത് ജനാധിപത്യ പാർട്ടിക്കകത്തുള്ളത്, എന്ത് മാന്യത പാർട്ടിക്കകത്തുള്ളത്? അവർ അന്വേഷണം നടത്തണ്ടേ? അവർ പറഞ്ഞ വേറൊരു കാര്യമുണ്ട്. അവർ പറഞ്ഞു അത് ഈ ചർച്ചയെ പ്രതിപാദിക്കണം. പുറത്താക്കിയിട്ടും തിരിച്ചെടുത്തിട്ട് ഉന്നത പദവിയിലെത്തിയ കോൺഗ്രസിന്റെ വനിതാ നേതാക്കൾ ഇപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെയല്ല ഈ ഇടതുപക്ഷ ഗവൺമെന്റ് പറഞ്ഞത്. ഒന്നാലോചിച്ച് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു മുഖ്യമന്ത്രി പൊതുവേദിയിൽ വെച്ച് ഈ വിവരം അറിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം DGP രാവിലെ 8 മണിക്ക് വിളിച്ചു വരുത്തി. ഞാൻ നേരത്തെ പറഞ്ഞു, നാട്ടയം ഗസ്റ്റ് ഹൗസിൽ DGP 45 മിനിറ്റ് ചർച്ച ചെയ്തു. അതിനുശേഷമാണ് അദ്ദേഹം പറഞ്ഞത് ഉന്നത ഉദ്യോഗസ്ഥൻ ഈ ഇപ്പോഴത്തെ ഉന്നത ഉദ്യോഗസ്ഥന്റെ മുകളിലുള്ള ഉന്നത ഉദ്യോഗസ്ഥർ അന്വേഷിക്കും, നടപടി സ്വീകരിക്കും, ഒരൊറ്റ പുഴുക്കുത്തലിനെ പോലും വെച്ചുകൊണ്ടിരിക്കത്തില്ല. അതാണ് ഈ ഗവൺമെന്റ് എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് 108 പേരെ പിരിച്ചുവിട്ടിരിക്കുന്നു. അതിൽ 2 DYSP-മാരുണ്ട്. 202 പേര് സർവീസിൽ നിന്ന് പുറത്തേക്കുള്ള പാതയിലാണ് സഞ്ചരിക്കുന്നത്. അങ്ങനെ ഒരു ഗവൺമെന്റിന്റെ ആർജവത്തെ ചോദ്യം ചെയ്യാൻ നട്ടലിലൂടെ പ്രതിപക്ഷത്തിന് ഇല്ല. പറഞ്ഞ കാര്യം അന്വേഷിക്കുന്നു, റിപ്പോർട്ട് തേടുന്നു, അതിനെ തുടർന്ന് അന്വേഷണം പ്രഖ്യാപിക്കുന്നു ഒക്കെയാണ്. അത് മാത്രമല്ല ഈ പ്രക്രിയ PV അൻവർ പറയുകയും വെളിപ്പെടുത്തുകയും ചെയ്യുന്നതിന് മുമ്പ് തന്നെ തുടരുന്ന ഒന്നാണ്. അതിൻ്റെ ഉദാഹരണമാണ് ഈ 108 പോലീസുകാരെ പുറത്താക്കുന്നത്. അപ്പോൾ അങ്ങനെ മാത്രമേ ഒരു സിസ്റ്റത്തെ ശരിയാക്കാനാകൂ. അതാണ് ക്രിയാത്മകമായ ഒരു ജനാധിപത്യ ഭരണകൂടത്തിൻ്റെ കർത്തവ്യം എന്നതാണ് ഇവിടെ റജി ലൂക്കോസും ജേക്കബ് ജോർജും ഒക്കെ സൂചിപ്പിച്ചത്. എ സജീവനും തിരിച്ചെത്താം. പെട്ടെന്ന് പറഞ്ഞോ പെട്ടെന്ന് പറയാം. ലോകത്തിലെ ഏറ്റവും വലിയ ഉന്നതമായിട്ടുള്ള സ്കോട്ട്ലൻഡ് യാർഡ് എന്ന് പറയുന്ന പോലീസ് സേനയിലും 7% ക്രിമിനൽസ് ഉള്ളത്. അമേരിക്കയിലെ പോലീസ് ജോർജ് ലോഡിന്റെ അനുഭവം നമുക്ക് അറിയത്തില്ല. അമേരിക്കൻ പോലീസിലൊക്കെ ഈ അട്രോസിറ്റീസ് ഉണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കേരള പോലീസ് കഴിഞ്ഞ 8 വർഷം കൊണ്ട് നേടിയ ജനകീയ പിന്തുണയും ജനകീയ അടിത്തറയും ജനകീയ ഭാവവും മനുഷ്യമുഖവും 2016 ശേഷം തന്നെ അല്ലേ ഉണ്ടായിരുന്നു. അതിപ്പോ 4% ഉള്ളൂ. തീർച്ചയായും പൊടിപ്പാറ നോക്കൂ, നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഈ മാധ്യമപ്രവർത്തകരുടെ അന്വേഷണാത്മകത അവരെക്കാൾ ഭംഗിയായി PV അൻവർ ഏറ്റെടുത്തു എന്നതിനേക്കാൾ കൂടുതൽ ഒരു ക്രിയാത്മകമാകേണ്ട വിവാദങ്ങൾ സൃഷ്ടിക്കുന്നതല്ല, ഒരു സർക്കാരിനെ നേർമാർഗത്തിലേക്ക് അല്ലെങ്കിൽ നേരായ രീതിയിലേക്ക് നയിക്കുന്നതിൽ ഒരു നിർണായക പങ്കുവഹിക്കുന്ന പ്രതിപക്ഷത്തിൻ്റെ പാളയങ്ങളിൽ സംഭവിക്കുന്നത് നാം കണ്ടു. പക്ഷേ അതുപോലല്ല സർക്കാരിനെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ സർക്കാരിൻ്റെ പക്ഷത്തുള്ള ഒരു MLA-യുടെ അല്ലെങ്കിൽ LDF മുന്നണിയിൽപ്പെട്ട ഒരു MLA-യുടെ ഭാഗത്തുണ്ടായ ആരോപണങ്ങളെ ചർച്ച ചെയ്തതും എടുത്തതും കൈകാര്യം ചെയ്തതും അത് പ്രത്യേകം പറയേണ്ട ഒന്നാണ്. മാത്രമല്ല ഈ ജനകീയം പോലീസ് സംവിധാനങ്ങളെ കൂടുതൽ ജനകീയവും ജനാധിപത്യവും ശുദ്ധവുമാക്കാനുള്ള പ്രക്രിയകൾ ഇനിയും ഏതൊക്കെ അർത്ഥത്തിലാണ് നാം തുടരേണ്ടത് ഒരു ആധുനിക ജനാധിപത്യ സമൂഹം എന്ന നിലയിൽ?
ഇതിനകത്ത് ഇത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റിലല്ല. അതായത് വളരെ പോസിറ്റീവായിട്ട് പോലീസ് സേനയിൽ വന്നുകൊണ്ടിരിക്കുന്ന ചില മാറ്റങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പണ്ട് എന്താ പറയുക, SLC അല്ലെങ്കിൽ കഷ്ടിച്ച് +2 ഉള്ള ആളുകളൊക്കെ ഈ പോലീസ് സാധാരണ പോലീസുകാരായി വരുന്ന സ്ഥാനത്ത്, അല്ലെങ്കിൽ ഗ്രാജുവേറ്റ്സും പോസ്റ്റ് ഗ്രാജുവേറ്റ്സും ഒക്കെ അന്ന് SI പോസ്റ്റിലേക്കോ അതിന് മുകളിലുള്ള IPS തസ്തികകളിലേക്കൊക്കെയാണ് വരുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ കാണുന്ന കാഴ്ച എന്താ, വളരെ പോസ്റ്റ് ഗ്രാജുവേഷനും PhDയും അതുപോലെ ലോ ഗ്രാജുവേഷനും ഒക്കെ ഉള്ള നിരവധി പേര് പോലീസ് സേനയിലേക്ക് വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അവർ ഈ പറഞ്ഞ പഴയ പോലീസിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ പോലീസ് സങ്കല്പമല്ല, മാത്രമല്ല അവർക്ക് കിട്ടുന്ന ട്രെയിനിങ് എന്ന് പറയുന്നതും വളരെ വിദഗ്ധരായിട്ടുള്ള മനഃശാസ്ത്ര വിദഗ്ധരടക്കം, അതായത് പോലീസിന്റെ പരേഡ് ചെയ്യിക്കലും അതുപോലെ തന്നെ ശാരീരിക ശേഷി വർദ്ധിപ്പിക്കലും ക്ഷമത വർദ്ധിപ്പിക്കലും ഒക്കെ അപ്പുറത്ത്, ഷൂട്ടിംഗ് പ്രാക്ടീസിനൊക്കെ അപ്പുറത്ത് അവരെ മാനസികമായിട്ടും അതുപോലെ തന്നെ എന്താ പറയാ സാംസ്കാരികമായിട്ട് കൂടി ആരാണ് പോലീസ്, എന്താണ് പോലീസ് എന്ന രീതിയിലേക്ക് അവരെ വളരെ കൃത്യമായി തന്നെ അവർക്ക് ക്ലാസ്സുകൾ കൊടുക്കുന്നു, അവരെ എക്യുപ്ഡ് ആക്കുന്നു. എല്ലാ അർത്ഥത്തിലും നാടിന്റെ പ്രതീക്ഷയ്ക്കെത്ത് ഉയരാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ട്രെയിനിങ് സംവിധാനം. അലക്സാണ്ടർ ജേക്കബ് സാറിനെയൊക്കെ ഞാൻ ഈ ഘട്ടത്തിൽ വളരെ കൃതജ്ഞതയോടെ ഓർക്കുകയാണ്. അവരൊക്കെ വളരെ ശാസ്ത്രീയമായി തന്നെ ഈ കാര്യത്തിൽ പോലീസ് ട്രെയിനിങ് ഏറ്റവും അത്യാധുനികമാക്കാനുള്ള രീതിയിലേക്ക് പല പരിഷ്കാരങ്ങളും കൊണ്ടുവന്നു. ഇതൊക്കെ ഉണ്ടെങ്കിലും അടിസ്ഥാനപരമായിട്ട് കാക്കിയിട്ട് കഴിഞ്ഞാൽ ആരെയും കയ്യേറ്റം ചെയ്യാൻ, ആരുടെയും തന്തയ്ക്ക് വിളിക്കാനും ആരെയും അറയ്ക്കുന്ന തെറി വിളിക്കാനുള്ള ഒരു അവകാശമാണെന്ന് ധരിച്ചു വശാകുന്ന ഒരു ന്യൂനപക്ഷം എപ്പോഴും ഈ പോലീസ് സേനയിൽ ഉണ്ട്. അതാണ് അല്ലെങ്കിൽ തങ്കമണി സംഭവങ്ങളിൽ നടമാടിയ പോലീസ്, ആ പോലീസിൽ നിന്നൊക്കെ ഒരുപാട് മാറി ശ്രീ ജേക്കബ് ജോർജ്. ഇനിയും മാറേണ്ടതുണ്ട്. പക്ഷെ ഇനി മാറാനുള്ള അവസ്ഥകൾക്ക് കൂടുതൽ അതിനകത്ത് റോൾ ഉള്ളത് ഭരണകക്ഷിക്കാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകർക്കാണ്, രാഷ്ട്രീയ പാർട്ടികൾക്കാണ്. ഇതാണ് ഈ പുതിയ സന്ദേശം കൂടി നൽകുന്നത്, അല്ലേ? ഞാൻ ചർച്ച വൈൻഡപ്പ് ചെയ്യുന്നതിന് ജേക്കബ് ജോർജ്. വ്യവസ്ഥിതിയിൽ പോലീസിൻ്റെതായ ഒരു സെറ്റപ്പ് ഉണ്ട്, DGP ഉണ്ട്, അതിനകത്തൊരു ഹൈറാർക്കി ഉണ്ട്. പക്ഷേ അതിൻ്റെ അപ്പുറത്ത് അതിനും മേലെ ഒരു രാഷ്ട്രീയ നേതൃത്വമുണ്ട്. ആഭ്യന്തരമന്ത്രി, അതുപോലെ ആഭ്യന്തരമന്ത്രി നിയോഗിക്കുന്ന ആൾക്കാർ, അതിനകത്ത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് അത് നിരന്തരം ഈ പോലീസിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. അത് തന്നെയാണ് എൻ്റെ പക്ഷം. കാരണം നമുക്ക് അങ്ങനെ പെട്ടെന്ന് എല്ലാ പോലീസുകാരും നല്ലവരാണ് എന്നൊരു ക്ലീൻ ചിറ്റ് കൊടുക്കാൻ പറ്റില്ല. എനിക്ക് കേരള പോലീസിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. നമ്മുടെ ജനങ്ങൾക്ക് നമുക്കറിയാമല്ലോ, നമ്മൾ പോലീസിനെ കുറ്റം പറയും, പക്ഷെ നമുക്കൊരു അടിയന്തര സാഹചര്യം വരുമ്പോൾ പോലീസ് നമുക്ക് വേണം. പോലീസിന് രാത്രിയിലെ കാറിലൊക്കെ പോകുമ്പം ഈ വഴിയിലും ഒരു പോലീസുകാരില്ലല്ലോ എന്നോർത്ത് ഞാൻ എൻ്റെ സുഹൃത്തുക്കളൊക്കെ രാത്രി 1 മണിക്ക് 2 മണിക്ക് എറണാകുളത്തൊക്കെ കാറിൽ തിരിച്ച് വരുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ചോദിക്കും, പോലീസൊന്നും വഴിയിലില്ലല്ലോ. KJ ജോസഫ് DGP ആയിരുന്നപ്പോൾ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു, റോഡിൽ പോലീസ് വേണം. കാരണം കള്ളനും ഒക്കെ ഇറങ്ങുന്നത് ഇപ്പോൾ രാത്രിയാണ്, പണ്ട് കുട്ടികളെ പേടിപ്പിക്കാനാണ് പോലീസിനെ പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ജേക്കബ് ജോർജ് സാറിനെ പോലുള്ളവർക്ക് പോലീസിനെ കാണാതെ സുരക്ഷിതത്വ ബോധമില്ലാതെ ഒരു സാഹചര്യത്തിലേക്ക് നാം മാറി. പക്ഷെ ഇനിയും മാറേണ്ടതുണ്ട്. അപ്പോ കേരളത്തിലെ പോലീസ് മികച്ച പോലീസാണ്, അത് ആവർത്തിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ ഇത് പോരാ എന്നുള്ളതാണ് പ്രശ്നം. അതാണ്, ഇത് പോരാ എന്നുള്ളിടത്താണ് വീണ്ടും ജനാധിപത്യ പ്രക്രിയകൾ ആരംഭിക്കുന്നത്. ഈ മൃദുഭാവയെ ദൃഢകൃത്യയെ ആയി മുമ്പോട്ട് പോകണമെങ്കിൽ അതിന് തീർച്ചയായും ജനാധിപത്യ സൗന്ദര്യം കൂടി ഉണ്ടാകണം. അങ്ങനെ പോലീസ് പോകുന്നതിൻ്റെ മൂവ്മെൻ്റായി കൂടിയാണ് ഇത്തരം സംഭവവികാസങ്ങളെ കാണേണ്ടത്. കേവലം വിവാദങ്ങൾ, കേവലം ചർച്ചകൾ, കേവലം റേറ്റിംഗ് കൂട്ടാനുള്ള ചില മാർഗങ്ങൾ, അല്ലെങ്കിൽ സ്വന്തം താല്പര്യങ്ങൾ, നിക്ഷിപ്ത താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ള സാധ്യതകളൊക്കെയായി ഇതിനെ കാണുന്നതിനപ്പുറത്തേക്ക് വിശാലമായൊരു സംവിധാനത്തിലേക്ക് പോലീസിനെ മാറ്റാനുള്ള ഭരണപ്രക്രിയ കൂടി പോസിറ്റീവായി അതിൽ കാണേണ്ടതുണ്ട്. തീർച്ചയായും അങ്ങനെ തന്നെയാണ് ചർച്ച കേരളത്തിൻ്റേത് വികസിക്കേണ്ടതെന്ന് തോന്നുന്നു. ചർച്ച ക്രോഡീകരിക്കുമ്പോൾ ചർച്ചയിൽ പങ്കെടുത്തവർക്ക് നന്ദി. ന്യൂസ് ആൻഡ് വ്യൂസിലൂടെ പൂർണ്ണമാകുന്നു.